സകല ലോകത്തിന്റെ രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യ നാമത്തിൽ വീണ്ടും എല്ലാ ദൈവങ്ങൾക്കും ഹൃദ്യമായ സ്നേഹം അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ടോക്ക് ഷോ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഏതാണ്ട് ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾക്ക് വളരെ വേണ്ടപ്പെട്ടവരും നമ്മുടെ ബന്ധുക്കളും സ്നേഹിതരും കർത്താവിന്റെ പേരിൽ ഒരുമിച്ച് അധ്വാനിക്കുന്നവരുമായ ധാരാളം ആളുകൾ ആ റീജിയനിലുണ്ട്. അവർ പലരും അവരുടെ സംരക്ഷണത്തിനെ പറ്റി അല്പം വറീഡുമാണ്. നമ്മുടെ പ്രാർത്ഥന അവർക്ക് കോട്ടയാണ്. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ആ വിഷയത്തെ കുറച്ച് ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ ടോക്ക് ഷോ ആരംഭിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിലെ ഏറ്റവും അടുത്ത തുണയുമാണ്. ഇന്ന് ഈ പ്രത്യേക സമയം അടിയങ്ങൾ വളരെ ഭാരമുള്ള ഒരു വിഷയമായി അവിടുത്തെ സന്നിധിയിൽ വരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ഏതാണ്ട് ആരംഭിച്ചു കഴിഞ്ഞു. അടിയങ്ങളുടെ സ്നേഹിതര്, ബന്ധുക്കൾ, മിത്രങ്ങൾ, അതിലുപരിയായി അവിടുത്തെ മഹത്തുള്ള ശുശ്രൂഷയിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്ന അനേക ആളുകൾ ആ റീജിയനിലുണ്ട്. കർത്താവ്, അടിയങ്ങൾ അവരെ പ്രാർത്ഥനയിൽ അവിടുത്തെ സംരക്ഷണത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട് എന്ന് അവിടുത്തെ വചനത്തിലുണ്ടല്ലോ. അവിടെ സങ്കേതമായിരിക്കണമേ. ശാശ്വത ഭുജങ്ങളിൽ അവരെ മറയ്ക്കണമേ. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ദോഷവും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല എന്ന് അരുളി ചെയ്ത വചനപ്രകാരം അവിടുത്തെ മക്കളെ സംരക്ഷിക്കണമേ. യുദ്ധത്തിന്റെ ഗതി എന്താണെന്നൊന്നും അടിയങ്ങൾക്ക് അറിയത്തില്ല. എന്നാൽ ഞങ്ങളെ സംരക്ഷിക്കുന്ന കരങ്ങളിൽ അടിയങ്ങൾ ഇന്ന് ഈ സമയത്ത് ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. രക്തമതിലില്ല, ദൂതന്മാരുടെ സംരക്ഷണത്തിൽ, പരിശുദ്ധാത്മാവിന്റെ കാവലില് എല്ലാ മക്കളെയും സൂക്ഷിച്ച് അവിടുന്ന് നാമത്തിന്റെ ശക്തിക്കും മഹത്വത്തിനും അവരെ സൂക്ഷിക്കണമേ. തിരുനാമവരിൽ മഹത്വപ്പെടണമേ. യേശു ക്രിസ്തു തന്നെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഈ പ്രാർത്ഥന കൂടെ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. താങ്ക് യു എവരി വെരി മച്ച് വൺസ് അഗൈൻ. നമ്മൾ ഇന്ന് വിൽസൺ പാസ്റ്റർ പറഞ്ഞ പോലെ അല്പം കോൺട്രവേഴ്സ്യലായ ഒരു വിഷയമാണ് സംസാരിക്കാൻ പോകുന്നത്. അത് മഹദിയാം ബാബിലോൺ എന്നുള്ളത്. ഒരു വിഷയം കോൺട്രവേഴ്സ്യലാകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു കാരണം ആദ്യം അതിൽ തന്നെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും അത് അന്വേഷിച്ച് പോകുന്ന ആൾ അതിന്റെ റോങ് ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പം ഈ റോങ് ഡയറക്ഷൻ പോകുമ്പോൾ നമ്മൾ പോകുന്തോറും കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. The more you inquire, the more complicated you are, because you don't understand that you are moving in the wrong direction. അപ്പൊ നമ്മൾ ഏത് ഡിറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, റൈറ്റ് ഡിറക്ഷനാണോ എന്ന് മാത്രം നമ്മൾ നോക്കി വെച്ചാൽ മതി, കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാതിരിക്കാൻ. ഇനിയും ഈ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഈ വിഷയത്തെ പറ്റി ഒരു ബോധമില്ല. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറയാറുള്ള പോലെ ബൈബിള് വായിക്കുമ്പോൾ രണ്ട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യും. ഒന്ന് ഒരു മെന്റൽ പ്രോബ്ലം, മറ്റൊരു മോറൽ ഇഷ്യൂ. എന്ന് പറഞ്ഞാൽ നമ്മളെ കുത്തും. അതുകൊണ്ടാണ് നമുക്ക് ഗിരിപ്രഭാഷണങ്ങൾ വായിക്കാനും പ്രസംഗിക്കാനും പഠിപ്പിക്കാനും പറ്റാത്തത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തിരുവായും ഒഴിഞ്ഞ് അരുളി ചെയ്ത ഗിരിപ്രഭാഷണങ്ങളാണ്. നമുക്കത് പ്രസംഗിക്കാൻ പറ്റത്തില്ല, പഠിപ്പിക്കാനും പറ്റത്തില്ല, അതിനെപ്പറ്റി മിണ്ടാൻ പറ്റത്തില്ല. കാര്യം മോറൽ ഇഷ്യൂ ആണ്. നമ്മൾ ഒരിക്കലും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. മോറൽ ഇഷ്യൂ ആണ്. മറ്റൊന്ന് മെന്റൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കിത് ഏക്കാവുന്ന പൂക്കാവുന്നതും മനസ്സിലാകത്തില്ല. അത്ര ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്ത് പറയുമോ, അത് ഭയങ്കര ഒരു തിയോളജിക്കൽ ജാർഗൻ ആണെന്ന് പറയും. ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വർഗസ്ഥനായ ദൈവം തൻ്റെ വചനം നമുക്ക് തന്നത് നമ്മളെ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ അല്ല. അപ്പം മനുഷ്യനെ ആശയക്കുഴപ്പത്തിലാക്കും എന്നുള്ളത് ദൈവത്തിന് മനുഷ്യനെ പറ്റിയുള്ള പദ്ധതിയേ അല്ല. നോ, ഒരിക്കലും അല്ല. രണ്ട് കാര്യങ്ങൾ ദൈവത്തെ പറ്റി മനസ്സിലാക്കണം. നമ്പർ 1 ഈസ് സിംപ്ലിസിറ്റി, ലാളിത്യം. എവറിത്തിങ് സോ സിമ്പിൾ.
നമ്പർ 2, ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ വ്യക്തത. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ എത്രയോ ലളിതമാണ്, എത്രയോ വ്യക്തമാണ്. ദൈവപ്രവൃത്തി എപ്പോഴും അങ്ങനെയാണ്, ലളിതവും വ്യക്തവും. സിംപ്ലിസിറ്റി ആൻഡ് ക്ലാരിറ്റി, ഇത് രണ്ടുമാണ് ദൈവത്തിന്റെ പ്രത്യേകത. പക്ഷെങ്കിൽ ഇതിന് വിപരീതമായ ഒരു സാത്താന്യ പ്രവൃത്തിയുണ്ട്. ആ സാത്താന്യ പ്രവൃത്തി എന്ന് പറയുന്നത്, നമ്പർ 1, ഇറ്റ് ഈസ് കൺഫ്യൂസിങ്, മനുഷ്യനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. സെക്കൻഡ്, ഇറ്റ് ഈസ് കോംപ്ലിക്കേറ്റിംഗ് ആൻഡ് കോംപ്ലിക്കേറ്റഡ്. അപ്പൊ എന്താണെന്നറിയാമോ, ഈ കോംപ്ലിക്കേഷന് പോകുന്നുണ്ട്. ആൾക്കാർ ഈ വ്യൂ പറഞ്ഞു, മറ്റേ വ്യൂ പറഞ്ഞു, വേറെ വ്യൂ പറഞ്ഞു, ആ വ്യൂ പറഞ്ഞു, ഇങ്ങനെ ഒരുപാട് വ്യൂ പറയുമ്പോഴത്തേക്ക് കോംപ്ലിക്കേറ്റഡ് ആയി. അപ്പൊ ആരും എന്ന് പറയുമ്പോൾ കുറെ വേദശാസ്ത്രജ്ഞന്മാർ വരും, ഒരു പണ്ഡിതന്മാരാണ്. അവർ പറയും ഇത് ഈ വ്യൂ, ആ വ്യൂ, മറ്റേ വ്യൂ, മറിച്ച് 10,000 വ്യൂ. നമുക്കൊരു കുന്തോ മനസ്സിലാകത്തില്ല. നമ്മൾ അവസാനം പറയും കർത്താവ് എപ്പോഴെങ്കിലും വരട്ടെ, എപ്പം വേണം വന്നിട്ട് നമ്മൾ റെഡിയാണ്. ഇനി അത് കൂടുതൽ ഞങ്ങളോട് സംസാരിക്കരുത്. വി ആർ സോ മച്ച് കോംപ്ലിക്കേറ്റഡ്, സോ മച്ച് കോംപ്ലിക്കേറ്റഡ്. ഇതൊരു വലിയ ഇഷ്യൂ ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഈ മഹദിയാം ബാബിലോൺ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മിസ്റ്ററി ബാബിലോൺ എന്ന് പറയുന്നത്, ഇങ്ങനെ മനുഷ്യൻ നശിപ്പിച്ച് നാറാണക്കല്ലാക്കിയ ഒരു വിഷയമാണ്. ഒന്നാമത് ഇത് ബിബ്ലിക്കൽ പ്രോഫസിയും, 2 ഇത് ബിബ്ലിക്കൽ ഹിസ്റ്ററിയുമാണ്. ഹിസ്റ്ററിയും പ്രോഫസിയും കൂടെ മീറ്റ് ചെയ്യുന്ന മീറ്റിംഗ് പോയിന്റിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് അപ്പിയർ ചെയ്യുന്നുണ്ട്. ഹിസ്റ്ററിയും പ്രോഫസിയും മീറ്റ് ചെയ്യുന്ന മീറ്റിംഗ് പോയിന്റ്സിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് അപ്പിയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പിയർ ചെയ്യുന്ന ക്യാരക്ടേഴ്സിൽ ഒന്നാണ് ഈ മഹദിയാം ബാബിലോൺ എന്നുള്ളത്. സോ വാട്ട് ഈസ് മഹദിയാം ബാബിലോൺ, മിസ്റ്ററി ബാബിലോൺ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് വൺ ഓഫ് ദ ക്യാരക്ടേഴ്സ് ദാറ്റ് അപ്പിയേഴ്സ് in the meeting point of history on the one side and prophecy on the other side. ഈ 2 ഫാക്ടേഴ്സ്. ഇനി നമുക്ക് ഇതെങ്ങനെ മനസ്സിലാക്കാം? നമുക്കിത് മനസ്സിലാക്കുന്നതിന് വേണ്ടി 3 കാര്യങ്ങൾ ഒത്തുവരണം. 3 കാര്യങ്ങൾ ഒത്തുവരണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം ജിയോഗ്രഫി അല്ലെങ്കിൽ ഭൂമിശാസ്ത്രം എന്ന് പറയും. ഭൂമിശാസ്ത്രം. അപ്പൊ ലോകത്തിന്റെ മുഴുവൻ ഭൂമിശാസ്ത്രം പഠിക്കാൻ പറ്റും. എന്റെ ദൈവം തമ്പുരാനെ, 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ നമുക്ക് ഏറ്റവും പണക്കുള്ളായിരുന്ന സബ്ജക്റ്റ് ആയിരുന്നു ജിയോഗ്രഫി. എന്റെ കർത്താവ്, കുറെ കടലിന്റെ പടം, കുറെ രാജ്യത്തിന്റെ ഭൂപടം, അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് പോകുന്നത്. എന്തൊരു കഷ്ടമാണ് അല്ലേ? അന്നേ 10ാം ക്ലാസ്സിൽ മാർക്ക് പറയാൻ കാരണം തന്നെ ഈ ഹിസ്റ്ററിയും ഈ ജിയോഗ്രഫിയാണ്. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ മാർക്ക് മേടിക്കേണ്ടി വരും. നോക്കിക്കോണേ. 1, ജിയോഗ്രഫി. ലോകത്തിന്റെ മുഴുവൻ ജിയോഗ്രഫി പഠിച്ചിട്ടാണോ ബൈബിൾ പഠിക്കുന്നത്? അല്ല. ഒരു പർട്ടിക്കുലർ സ്പോട്ട്, ആ പർട്ടിക്കുലർ സ്പോട്ടിന് നമുക്ക് ഈ എന്താണെന്നറിയാമോ, മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടുന്ന ഒരു പാർട്ട്, പാർട്ടുണ്ട്. അതിന് പേര് ഞാൻ ജസ്റ്റ് അങ്ങ് മറന്നു, ഉടനെ ഓർക്കുന്ന നേരം പറഞ്ഞുതരാം. ആ ഒരു പാർട്ടിന്റെ മാത്രം ജിയോഗ്രഫി അറിഞ്ഞാൽ മതി. എന്ന് പറയുമ്പം മെഡിറ്ററേനിയൻ കടൽ തുടങ്ങി കിഴക്കോട്ട് ഏതുവരെ, യൂഫ്രട്ടീസ് നദി വരെ കിഴക്കോട്ട്. ഇനി തെക്ക് ഇത് മുതൽ നൈൽ നദി മുതൽ മുകളിലോട്ട് പടിഞ്ഞാറോട്ട് പോയി കഴിഞ്ഞാൽ എവിടെ വരെ? ഹെർമോൻ വരെ. അപ്പം നൈൽ നദി മുതൽ ഹെർമോൻ വരെ, മെഡിറ്ററേനിയൻ കടൽ മുതൽ യൂഫ്രട്ടീസ് നദി വരെ, ഇത്രയും പ്രദേശത്തിന്റെ ജിയോഗ്രഫി മാത്രം നമ്മുടെ മനസ്സിൽ വെച്ചാൽ മതി. ഇത്രയും ജിയോഗ്രഫി മാത്രം നമ്മുടെ മനസ്സിൽ വെച്ചാൽ മതി. രണ്ടാമത്തത് വേൾഡ് ഹിസ്റ്ററി. എന്ന് പറയുമ്പം മെഡിറ്ററേനിയൻ റീജിയന്റെ ഹിസ്റ്ററി മാത്രം അറിഞ്ഞാൽ മതി. അത് ഇന്ത്യയിലെ ഇൻഡസ് വാലി സിവിലൈസേഷനും, അല്ലെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് ദ ബർത്ത് ഓഫ് ദി USA, അല്ലെങ്കിൽ ബ്രിട്ടനും
ഫ്രാൻസും തമ്മിൽ നടന്ന 100 years വാറും ഇതൊന്നും ഇതുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല. ഈ പർട്ടിക്കുലർ റീജിയൻ മാത്രം നമ്മൾ അതിനുവേണ്ടി എടുത്തേച്ചാൽ മതി. ഓക്കെ, അപ്പം ഞാൻ ഹിസ്റ്ററി പറഞ്ഞു, ജിയോഗ്രഫി പറഞ്ഞു, ഹിസ്റ്ററി പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ബൈബിളിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ തിരുവെഴുത്തുകളിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം വിശുദ്ധ തിരുവെഴുത്തുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങ് അംഗീകരിക്കാം. വിശുദ്ധ തിരുവെഴുത്തുകൾ അങ്ങനെ പറയുന്നില്ലെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. വിശുദ്ധ തിരുവെഴുത്തുകൾ അങ്ങനെ പറയുന്നെങ്കിൽ അംഗീകരിക്കാം, പറയുന്നില്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റത്തില്ല. ഈ മിസ്റ്ററി ബാബിലോൺ പോലെ ഒരു സബ്ജക്റ്റ് നമ്മൾ ടോക്ക് ഷോയ്ക്ക് എടുക്കുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ടോക്ക് ഷോയ്ക്ക് എടുക്കാൻ ഇഷ്ടമുള്ളൊരു കാര്യമല്ല. നമ്മുടെ ബൈബിൾ സ്റ്റഡിയിലാണ് ഞാനിത് കൊണ്ടുവരാറുള്ളത്. എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന മിക്കവാറും ഒരുപാട് പേരും ഞാൻ ഈ കാര്യം പല 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 പ്രാവശ്യം പറഞ്ഞ് കേട്ടുള്ളതാണ്. ഇത് കേട്ടില്ലാത്ത ആളുകൾ പുതുതായിട്ട് വന്നിരിപ്പുണ്ട്. അവർക്കത് കേൾക്കുന്നുള്ള വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഈ ബൈബിൾ സ്റ്റഡിയിലാണ് ഇത് കുറെ കൂടെ നമുക്ക് കംഫർട്ടബിളായിട്ട് എടുക്കാൻ കഴിയുന്നത്. ഒരു ടോക്ക് ഷോയെക്കാളും നമുക്ക് കംഫർട്ടബിൾ എടുക്കാൻ കഴിയുന്നത് ബൈബിൾ സ്റ്റഡിയിലാണ്. പോട്ടെ, അപ്പം നമ്മുടെ ഒരു സ്നേഹത്തിന് ഇത് പഠിക്കണമെന്ന് പറഞ്ഞു, ഇത് എടുക്കണമെന്ന് പറഞ്ഞു, എടുക്കാൻ ഒക്കത്തില്ലെന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിന് വിഷമം വരത്തില്ല. അങ്ങനെ ശരിക്കും അദ്ദേഹത്തോടുള്ള എൻ്റെ ആ സ്നേഹബന്ധം അതിൽ മാറ്റം വരല്ലോ എന്നുകൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുത്തത് തന്നെ. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടാണെങ്കിൽ ഞാൻ ഇരിക്കാൻ തയ്യാറാകത്തില്ലായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഇൻട്രഡക്ഷൻസ് കുറച്ചുകൊണ്ട് ഇത് വരാം എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ഞാൻ മിനിമം ഇൻട്രഡക്ഷനിൽ ഇപ്പം ഈ പറഞ്ഞല്ലേ ഇൻട്രഡക്ഷൻ ആയിരുന്നു കേട്ടോ. ഈ മിനിമത്തിൽ നമുക്ക് തുടങ്ങാൻ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടണ്ടോ? നമുക്ക് തുടങ്ങാനുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇത്രയുള്ളേ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇനി ഏത് സമയവും ഏത് സമയവും ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മധ്യാകാശം വരെ വന്നിട്ട് തന്റെ സഭയെ രഹസ്യത്തിൽ മണിയറയിൽ ചേർക്കും. That is the greatest event, the greatest event in God's plan for human beings. മനുഷ്യരാശിയെ പറ്റിയുള്ള ദൈവത്തിന്റെ ഏറ്റവും വലിയ പദ്ധതി അതാണ്. അതിനേക്കാൾ വലിയ ഒരു പദ്ധതിയും ദൈവത്തിനില്ല. എന്തുകൊണ്ട് അതിനൊക്കെ വലിയ ഒരു പദ്ധതി ഇല്ലെന്ന് പറയാൻ കാരണം വെച്ചാൽ ദൈവത്തിന് ഏറ്റവും വലുത് തൻ്റെ ഏകജാതനായ പുത്രനാണ്. തൻ്റെ ഏകജാതനായ പുത്രനൊരു ബ്രൈഡ് വേണം, കുഞ്ഞാടിന്റെ കല്യാണ സ്വർഗത്തിൽ നടക്കാൻ. ആ ബ്രൈഡിനെ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയി അവിടെ ഭംഗിയായ കല്യാണം നടത്തുക, അതിനൊക്കെ വലിയ ഒരു പ്രോജക്റ്റിനും ദൈവത്തിനില്ല. അതിനുള്ള ബ്രൈഡിനെ ഈ ഭൂമിയിൽ ഒരുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഫോർ ദ ലാസ്റ്റ് 2000 years God has been busy preparing the bride for his son. അത് തികഞ്ഞു കഴിയുമ്പം ഈ സഭയെ ഭൂമിയിൽ നിന്ന് മാറ്റുക, അതാ ദൈവത്തിന്റെ ഏറ്റവും വലിയ പദ്ധതി. ഇനിയും കൊറോബറേറ്റീവായിട്ട് അതിനോട് ചേർന്ന് വരുന്ന കറസ്പോണ്ടിങ് ആയ ധാരാളം പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ തുടങ്ങി ഒരു പർട്ടിക്കുലർ ടൈമിൽ തീരുന്ന പ്രവർത്തനങ്ങൾക്കാണ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇന്ന സമയത്ത് തുടങ്ങിയാൽ ബാബു ജോൺ സാറിന്റെ ക്ലാസ് മാതിരി ഇങ്ങനെ അന്തവും കുന്തവും എല്ലാം പോകാൻ പറ്റത്തില്ല. കൃത്യസമയത്ത് തീർന്നേ ഒക്കത്തുള്ളൂ. അതിനാണ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം ഇതുമായിട്ട് റിലേറ്റഡായ കൊറോബറേറ്റഡായ പ്രോജക്ട്സ് ആണ്. ദിസ് ഈസ് എ പ്ലാൻഡ് പ്രോഗ്രാം. എവറിത്തിങ് എൽസ് ഈസ് പ്രോജക്റ്റ്. അപ്പൊ ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കേണ്ടത് ഈ ഭൂമിയിൽ അടുത്ത 7 വർഷം എതിർ ക്രിസ്തു, അന്തിക്രിസ്തു എന്ന് പറയരുത്, എതിർ ക്രിസ്തു എന്നൊരാളിന്റെ ഭരണമാണ്. ഈ ഭരണത്തെപ്പറ്റി ഇഷ്ടംപോലെ തെറ്റിദ്ധാരണ, ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ടൺ കണക്കിന് തെറ്റിദ്ധാരണകൾ ലോകത്തുള്ളത്. ടൺ കണക്കിന്. ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് എതിർ ക്രിസ്തു ലോകം മുഴുവൻ ഒറ്റ കറൻസിയുടെ കീഴിൽ, ഒറ്റ ഭരണത്തിന്റെ കീഴിൽ, ഒറ്റ മതത്തിന്റെ കീഴിൽ, ഒറ്റ ഗവൺമെന്റിന്റെ കീഴിൽ കൊണ്ടുവന്ന് ലോകം മുഴുവൻ ഭരിക്കും. ഇതാണ് ഒന്നാമത്തെ തെറ്റിദ്ധാരണ. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അങ്ങനെ നടക്കത്തില്ല. പക്ഷെ അങ്ങനെ നടക്കും എന്നൊരു ധാരണയും അതിനുവേണ്ടി വലിയ ശ്രമവും ഉണ്ടാകുന്നത് ശരിയാണ്. അങ്ങനെ നടക്കുമെന്ന്
ഒരു ധാരണ ആളുകളുടെ പരത്തിയിരിക്കുകയാണ്. രണ്ട്, അങ്ങനെ നടക്കുമെന്ന് ഒരു ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ധാരണയും ഒന്ന് ശ്രമവുമാണ്. പക്ഷെ നിങ്ങൾ നടക്കത്തില്ല എന്നുള്ളതിന് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് ധാരാളം തെളിവുകളുണ്ട്. ആ ഭാഗത്തേക്കല്ല ഞാൻ പോകുന്നത്. എനിക്ക് ഒരുപക്ഷെ സമയം കിട്ടുകയാണെങ്കിൽ വേറൊരു സമയത്ത് ഈ അന്ത്യകാല എതിർക്രിസ്തുവിന്റെ സാമ്രാജ്യം, ഭരണം, എതിർക്രിസ്തുവിന്റെ സാമ്രാജ്യം, എതിർക്രിസ്തുവിന്റെ ഭരണം എന്ന വിഷയത്തെ പറ്റി നമുക്ക് പിന്നെ ഒരിക്കൽ ക്ലാസ് എടുക്കാം. തീർച്ചയായിട്ടും അടുത്ത ആഴ്ചയല്ല കേട്ടോ. അടുത്ത ആഴ്ച നമുക്ക് കുറെ കൂടെ പിന്നെ എന്താ പറയേണ്ടത്, നമുക്ക് കുറെ കൂടെ ടച്ചിങ് ആയ ഒരു വിഷയം എടുക്കുക എന്നുള്ളത് എൻ്റെ ആഗ്രഹം. അപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്ക് നിങ്ങൾ സജസ്റ്റ് ചെയ്യരുത്. ഓക്കെ, ലെറ്റ്സ് കം ബാക്ക് ടു ഞാൻ ഇവിടെ വരെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എതിർ ക്രിസ്തു എന്നൊരാൾ വരും. ഈ എതിർ ക്രിസ്തു എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയുടെ ഒരു കൺജോയിനിങ് ആണ്. ഇറ്റ്സ് എ കൺജോയിനിങ് ഓഫ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഒരു കൺജോയിനിങ് ആണ് എതിർ ക്രിസ്തു. അപ്പം ഈ എതിർ ക്രിസ്തുവിനെ ദൈവം ന്യായം വിധിച്ച നശിപ്പിച്ചെന്നേക്കും ഇല്ലാതാക്കും. അതിന് നൽകുന്ന ഒരു പിക്ചറൽ ലാംഗ്വേജ് ഉണ്ട്. ആ പിക്ചറൽ ലാംഗ്വേജ് ആണ് ഈ മഹദിയാം ബാബിലോൺ അല്ലെങ്കിൽ മിസ്റ്ററി ബാബിലോൺ എന്ന് പറയുന്നത്. ഈ മിസ്റ്ററി ബാബിലോണിനെ പറ്റി നമ്മൾ വേദപുസ്തകത്തിൽ പഠിക്കേണ്ട ഒന്ന് ദാനിയേൽ 9-ാം അധ്യായവും, അത് കഴിഞ്ഞാൽ വെളിപ്പാട് പുസ്തകം 16, 17, 18 അധ്യായങ്ങൾ, 3 അധ്യായങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഒന്ന് ദാനിയേൽ 9-ാം അധ്യായം, 2 വെളിപ്പാട് 16, 17, 18, ഈ 3 അധ്യായങ്ങൾ പഠിക്കണം. പക്ഷെ നമുക്കിപ്പം നമ്മുടെ ഒരു ചെറിയ ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈമിൽ ഇത്രയും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ ഒരു ഭാഗം ഇപ്പോൾ പഠിപ്പിച്ചിട്ട് അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റാനും പറ്റത്തില്ല. നടക്കുന്ന കാര്യമല്ല. പിന്നെ നടക്കുന്ന കാര്യം എന്ന് ചോദിച്ചാൽ ഇതിന്റെ സർഫസ് ലെവൽ, അതിന്റെ മാക്സിമം സിംപ്ലിസിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഭാഗം ഞാനൊന്ന് മനസ്സിലാക്കി തരാം. അപ്പോൾ ഗുണമെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകത്തില്ല. എന്താ ആശയക്കുഴപ്പം ഉണ്ടാകത്തില്ല? താണ്ട് റോമിലാണ് അന്തിക്രിസ്തു, വാത്തിക്കനാണ് അന്തിക്രിസ്തു, പിന്നെന്താ പോപ്പാണ് അന്തിക്രിസ്തു. ചിലർ പറയുന്നത് ഈ രാജ്യത്തിന്റെ പേര് അമേരിക്കയാണ് അന്തിക്രിസ്തു, ന്യൂയോർക്ക് പട്ടണമാണ് അന്തിക്രിസ്തു, അല്ല യെരുശലേം തന്നെയാണ് അന്തിക്രിസ്തു എന്ന് വേണ്ട. ഇല്ലാത്ത അന്തിക്രിസ്തുകളില്ല. ചിലർക്ക് കാണുന്നില്ല അന്തിക്രിസ്തു. എന്തോ കണ്ടല്ല അന്തിക്രിസ്തുവാ. ബട്ട് അല്ലെന്ന് തിരുവെഴുത്ത് നോക്കി നിങ്ങൾ പറയണം. അല്ലെന്ന്. രണ്ടാമത്തെ കാര്യം, അതല്ലെന്ന് പറഞ്ഞാൽ മാത്രം പറ്റത്തില്ല. ഇന്നതാണ് ആന്റി ക്രൈസ്റ്റ് എന്ന് വ്യക്തമായിട്ട് പറയാൻ കഴിഞ്ഞിരിക്കണം. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഈ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കണം, ബിബ്ലിക്കൽ പ്രോഫസിക്ക് ഒരുപാട് പ്രോഫസിക്കും ഡ്യുവലിസം എന്നൊരു സംഗതിയാണ്. ഡ്യുവലിസം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് ഡ്യുവലിസം എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കുഞ്ഞാട്, ദൈവപുത്രൻ, ലോകരക്ഷിതാവ് ഒരു ഭാഗത്ത്. ഇനിയും തനിക്ക് വിരോധമായി എതിർ ക്രിസ്തുവിന് വിരോധമായി, ക്രിസ്തു എന്തെല്ലാം ചെയ്യുന്നു അതിനെല്ലാം വിരോധമായി, ക്രിസ്തു എന്തെല്ലാം ആയിരിക്കുന്നു അതിനെല്ലാം വിരോധമായി, ക്രിസ്തു എങ്ങോട്ട് പോകുന്നു അതിന് വേറെ വിരോധമായി, ക്രിസ്തു എങ്ങോട്ട് ജനത്തെ നയിക്കുന്നു അതിന് വിരോധമായി വേറെ ദിശയിലേക്ക് ജനത്തെ നയിക്കുക. ഇതാണ് എതിർ ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പൊ എതിർ ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്കുണ്ടോ? ഇനിയില്ല. എന്താണെന്നറിയാമോ? കാരണം ക്രിസ്തു എന്താണോ അതിന് നേരെ വിരുദ്ധമാണ് എതിർ ക്രിസ്തു. ക്രിസ്തു വിശുദ്ധിയുടെയും വെളിച്ചത്തിന്റെയും ഡിവിനിറ്റിയുടെയും ദിവ്യത്വത്തിന്റെയും പര്യായമാണെങ്കിൽ, എതിർ ക്രിസ്തു അശുദ്ധിയുടെയും ഇനിയും ഇരുളിന്റെയും പിന്നെ മ്ലേച്ഛതയുടെ അല്ലെങ്കിൽ പൈശാചികതയുടെ പര്യായമാണ് എതിർ ക്രിസ്തു. അപ്പം നമ്മൾ ആ ഡ്യുവലിസം മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ മഹദിയാം ബാബിലോൺ എന്ന് പറയുമ്പം ബാബിലോൺ, നിങ്ങൾ ആ വേർഡ് പ്രത്യേകം എടുക്കണം. ബാബിലോൺ എന്നുള്ളത് ഒരിക്കലും
ഒരു സ്പിരിച്വൽ ബാബിലോൺ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പിന്നെ എങ്ങനെ ചിന്തിക്കാവൂ? ലിറ്ററലായ ഒരു ബാബിലോൺ നഗരം എന്ന് ചിന്തിക്കാവൂ. സ്പിരിച്വൽ ബാബിലോണിനെ പറ്റി അല്ല പറയുന്നത്, ലിറ്ററലായ ബാബിലോണിനെ പറ്റി പറയുന്നത്. ഇനി അപ്പൊ സ്പിരിച്വൽ ബാബിലോൺ എന്നൊന്നില്ലയോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കാം. സ്പിരിച്വൽ ബാബിലോൺ എന്നൊന്നുണ്ട്. എവിടെയാണ്? ബാബിലോൺ നഗരത്തിനെ ബാബിലോൺ നഗരമാക്കുന്ന ഏതാത്മാവാണോ അതേ ആത്മാവ് എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അതൊക്കെ സ്പിരിച്വൽ ബാബിലോണാണ്. ബാബിലോൺ നഗരത്തെ ദൈവത്തിനും ദൈവജനത്തിനും വിരുദ്ധമായി ശക്തീകരിക്കുന്ന ആത്മാവ് വേറെ ഏതെല്ലാം രാജ്യങ്ങളിൽ എവിടൊക്കെ ഏതെല്ലാം പട്ടണങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ അതൊക്കെ സ്പിരിച്വൽ ബാബിലോണും ലിറ്ററൽ ഫിസിക്കൽ ബാബിലോൺ എന്ന് പറയുന്ന ഒരു സ്ഥലവുമാണ്. ഒന്ന്, ഇതിനെപ്പറ്റി വിശുദ്ധ വേദപുസ്തകത്തിൽ 260 പ്രാവശ്യം പറയാൻ പറ്റുന്നുണ്ട്. 260 ടൈംസ് ആണ് ബാബിലോൺ എന്ന ടെർമിനോളജി ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം എന്തുവാ? ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. സിഗ്നിഫിക്കൻ്റ് എന്ന് പറയുന്നത് നമുക്ക് അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പൊ ഇമ്പോർട്ടൻറ്റും സിഗ്നിഫിക്കൻസും തമ്മിൽ വ്യത്യാസമുണ്ട്. സിഗ്നിഫിക്കൻ്റ് എന്ന് പറഞ്ഞാൽ എടുത്ത് പറയത്തക്ക, ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ടതാണെന്നാണ്. മൈ വൈഫ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ടു മീ, സിഗ്നിഫിക്കൻ്റ് അല്ല. മൈ വൈഫ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ടു മീ. അപ്പോൾ തന്നെ മറ്റു പല കാര്യങ്ങളും സിഗ്നിഫിക്കൻ്റ് ആണ്, എടുത്ത് പറയത്തക്കതാണ്. അപ്പം ഈ മിസ്റ്ററി ബാബിലോൺ നമ്മളെ സംബന്ധിച്ചോളം സിഗ്നിഫിക്കൻ്റ് ആണ്, എന്തല്ല? ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ഏതാണ്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മളെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പം 260 പ്രാവശ്യം ബാബിലോൺ നഗരത്തെ പറ്റി എടുത്തു പറഞ്ഞിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് വെരി സിഗ്നിഫിക്കൻറ്റ്. ഇനി അതിനേക്കാൾ കൂടുതൽ ഏതെങ്കിലും നഗരത്തെ പറ്റി വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. ഏതിനെപ്പറ്റി? വിശുദ്ധ യെരുശലേം നഗരത്തെ പറ്റി. എന്താ? അപ്പം ഈ രണ്ട് ഡിവലിസ് നമ്മൾ ആദ്യം കാണണം, രണ്ട് ഡിവലിസം ആദ്യം കാണണം. അപ്പം ഇതിൽ ആദ്യം ഉണ്ടായ നഗരം ഏതാ? ആദ്യം ഉണ്ടായ നഗരം ബാബിലോൺ നഗരവും രണ്ടാമതുണ്ടായത് യെരുശലേം നഗരവുമാണ്. ആദ്യം ഉണ്ടായത് ബാബിലോണും രണ്ടാമതുണ്ടായത് യെരുശലേമുമാണ്. എന്തോ ഇത് നമ്മളുടെ കോൺട്രാസ്റ്റ് പറയാൻ പോകണം. ഈ രണ്ട് നഗരങ്ങൾ ഒരേ രീതിയിൽ ലോകത്തിന്റെ ഹിസ്റ്റോറിക് ടൈം തുടങ്ങുന്നത് മുതൽ ഇന്ന് വരെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹിസ്റ്റോറിക് ടൈം എന്നാ തുടങ്ങുന്നത്? ഹിസ്റ്റോറിക് ടൈം തുടങ്ങുന്നത് നോഹയുടെ വെള്ളപ്പൊക്കത്തിന് ശേഷമാണ്. നോഹയോടുകൂടിയാണ്, അല്ലെ, വെള്ളപ്പൊക്കത്തോടു കൂടിയാണ്, വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് നമുക്ക് ടൈം മാർക്ക് ചെയ്യാൻ കഴിയും, നമുക്ക് ഹിസ്റ്ററി മാർക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതിനു മുമ്പ് നമുക്കൊരു ക്ലിയർ ആയി മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിനു മുമ്പ് നമുക്ക് ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്യാൻ കഴിയത്തില്ല. സോ അപ്പം ഹിസ്റ്റോറിക് ടൈം തുടങ്ങുന്നത് മുതൽ ഇന്ന് വരെ ഈ രണ്ടു പേരുടെ പാരലൽ എക്സിസ്റ്റൻസ് ഈ ഭൂമിയിലുണ്ട്. അതിൽ ദൈവത്തിനെതിരായി ആദ്യത്തെ പവർ ലോകത്തിൽ ഡെവലപ്പ് ചെയ്ത് ബാബിലോണിലാണ്. ദ ഫസ്റ്റ് പവർ ഡെവലപ്പ് ചെയ്ത് ബാബിലോണിലാണ്. അപ്പൊ ബാബിലോണിൽ അന്ന് ഡെവലപ്പ് ചെയ്ത ആ ശക്തി, അപ്പൊ നോക്കിക്കോണേ, ഓൾമോസ്റ്റ് ഒരു നമുക്ക് 4500 years എടുത്തു. അന്ന് മുതൽ ഇന്ന് വരെ ആ പവർ എന്ത് പ്രഖ്യാപിച്ചാണ് ലോകത്തിൽ വന്നത് അതേ പ്രഖ്യാപനത്തോടുകൂടി ഇന്നും ലോകത്തിൽ നിലനിൽക്കുന്നു. അത് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി വിശുദ്ധ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിന്റെ 1 മുതൽ ചില ഭാഗങ്ങൾ നമുക്ക് വായിക്കണം. നമുക്ക് നമ്മുടെ ആശ സിസ്റ്റർ നമ്മളോടുണ്ട്. സിസ്റ്റർ ശബ്ദം ചേർത്ത് വായിക്കും. ബ്രദർ സുമിത്, വുഡ് യു പ്ലീസ് അൺമ്യൂട്ട് സിസ്റ്റർ ആശ? Thank you. Praise the Lord. Genesis chapter 11. ഭൂമിയിൽ ഒക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കും ആയിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു. ഷീനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ട് അവിടെ കൂടിയിരുന്നു. അവർ തമ്മിൽ, വരുവിൻ, നാം ഇഷ്ടിക അറുത്തു ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണു കുമ്മായമായും ഉപയോഗിച്ചു. വരുവിൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിക്കുവാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയുക, നമുക്കൊരു പേരും ഉണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ ഇവിടെയാണ് ഭൂമിയിലെ ആദ്യത്തെ പട്ടണം.
ആ പട്ടണത്തിന്റെ ഗ്രേറ്റ്നെസ്സിനെ പറ്റി ഒന്നും എനിക്കിപ്പോൾ പറയാൻ സമയമില്ല. കാര്യം എൻ്റെ ടോപ്പിക്സ് അവിടെ ഒത്തിരി മുന്നിലാണ് കിടക്കുന്നത്. അപ്പം ഈ പട്ടണം പണിയുമ്പോൾ അതിന്റെ മോട്ടീവ് എന്തായിരുന്നു? നമ്പർ 1, ഈ പണിത ആളിന്റെ പേര് നിമ്രോദ് എന്നാണ്. നിമ്രോദ് എന്ന വേർഡിന്റെ അർത്ഥം ഐ റിബൽ, ഐ എം എഗൻസ്റ്റ്, ഞാൻ അനുസരിക്കത്തില്ല, എന്നോട് അനുസരിക്കാൻ പറയരുത്, ഞാൻ അനുസരിക്കത്തില്ല. ഇത് വേറൊരാളുടെ ഇതേ അർത്ഥമുള്ള പേരുള്ള വേറൊരാളുണ്ട്. ആളുടെ പേര് സാത്താൻ എന്ന, SATAN, സാത്താൻ, സെയ്റ്റൻ എന്ന് ഇംഗ്ലീഷ് പറയും. ഹീബ്രുവിൽ സാത്താൻ എന്ന് പറയും, മലയാളത്തിൽ സാത്താൻ. സാത്താൻ എന്ന് പറയും വേർഡിന്റെ അർത്ഥം എതിർത്ത് നിൽക്കുന്നവൻ, അനുസരിക്കത്തില്ല, പ്രതിയോഗി, വാദിച്ചു നിൽക്കും. ദൈവം എന്ത് പറഞ്ഞാലും അതിനെതിരെ നിൽക്കും. ദൈവം എന്ത് പറഞ്ഞാലും അതിനെതിരെ നിൽക്കും. അതാണ് സാത്താൻ. ആ സാത്താന്റെ അഭിഷേകമുള്ള ചരിത്രം ഇന്ന് വരെ കണ്ട ഏറ്റവും മൈറ്റി മാൻ ആയിരുന്നു, ബലവാനായ മനുഷ്യൻ നിമ്രോദ്. നിമ്രോദിന്റെ പർപ്പസ് എന്നറിയുമോ? 1, ലെറ്റ് us റിബൽ അഗൻസ്റ്റ് ഗോഡ്, ദൈവത്തോട് റിബല്യൻ. അതിനെന്ത് ചെയ്യാ? ദൈവം ഇനിയും വെള്ളം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കാൻ വന്നാൽ നമ്മൾ സ്വർഗത്തിൽ കയറി ദൈവത്തെ നശിപ്പിക്കും. കേട്ടോ? അപ്പൊ ഇനി അടുത്തത്, നമുക്കൊരു പേരുണ്ടാകണം. വി വാണ്ട് ടു മേക്ക് എ നെയിം ഫോർ us and establish ourselves on this earth. ആ പർപ്പസോടുകൂടി ഭൂമിയിൽ ആദ്യം പണിത പട്ടണമാണ് ഏത്? ബാബേൽ എന്ന് പറയുന്നത്. അതിന്റെ ബാബിലോൺ എന്ന് പിന്നീട് പേര് ബാബേൽ. ബാബേൽ എന്നുള്ള വേർഡിന് ഹീബ്രുവിലും പിന്നെ അവരുടെ ഭാഷയിലും രണ്ടർത്ഥമാണ്. അവരുടെ ഭാഷയിൽ ദ ഹൗസ് ഓഫ് ഗോഡ് എന്നാണെങ്കിൽ ഹീബ്രുവിൽ അതിന് കലക്കം എന്നാണ്. കലഹം അല്ലെങ്കിൽ കലക്കം എന്നാണ് വേർഡിന്റെ അർത്ഥം. So that was the first city. That was the first Babylon. ഇനി എന്താണ് ഇതിന്റെ പ്രോബ്ലം? അതിന്റെ പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. ദൈവത്തിന് മനുഷ്യനെ പറ്റിയുള്ള പദ്ധതി എന്തുവാ? ദൈവം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം അതിന്റെ പേർപ്പസ് പറഞ്ഞു. 3 പേർപ്പസ് ആണ് ദൈവത്തിന് മനുഷ്യനെ പറ്റിയുള്ളത്. ഒന്നാമത്തെ പേർപ്പസ്, ലെറ്റ് ഹിം റിഫ്ലക്ട് അവർ ലൈക്ക്നെസ് ആൻഡ് ഇമേജ്. നമ്മുടെ രൂപവും സാദൃശ്യവും ലോകത്തിന് റിഫ്ലക്ട് ചെയ്ത് കൊടുക്കണം മനുഷ്യൻ. രണ്ടാമത്തെ പേർപ്പസ്, ലെറ്റ് ഹിം റെയിൻ ഓവർ എവറിത്തിങ്, സകലത്തിന്മേൽ വാഴണം. മൂന്നാമത്തെ പേർപ്പസ്, ലെറ്റ് ഹിം ഫിൽ ദ എർത്ത്, ഈ ഭൂമി മുഴുവൻ മനുഷ്യനെ കൊണ്ട് നിറയണം. അപ്പൊ രാജ്യങ്ങൾ, സാമ്രാജ്യങ്ങൾ, പട്ടണങ്ങൾ, നഗരങ്ങൾ ഇങ്ങനെ പിരിഞ്ഞു ധാരാളം ഭാഷകളുമായി ലോകം മുഴുവൻ മനുഷ്യനെ കൊണ്ട് നിറയണം. അങ്ങനെ സ്പ്രെഡ് ചെയ്തു പോകണം. അതാ ദൈവത്തിന്റെ ഒറിജിനൽ പേർപ്പസ്. ആ ഒറിജിനൽ പേർപ്പസിന് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് ഒരിടത്ത് കൂടി ഒരു ഭാഷയും ഒരൈക്യം ഉണ്ടാക്കി ദൈവത്തിനെതിരായിട്ട് പോരുക. ഇതാണ് സ്പിരിറ്റ് ഓഫ് ബാബിലോൺ എന്ന് പറയുന്നത്. ഇതാണ് ബാബിലോൺ. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ബാബിലോൺ. ഈ ബാബിലോൺ അന്ന് ഇടിഞ്ഞു പോയെങ്കിലും, അന്ന് ആരും ഇടിച്ചു കളഞ്ഞല്ല, പിന്നെ പണിയാൻ കഴിഞ്ഞല്ല, ഇടിഞ്ഞു പോയെങ്കിലും നൂറ്റാണ്ടുകളായിട്ട് അത് പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അത് അന്നുണ്ടായിരുന്ന സ്ഥലത്ത് അതേ ശോഭയോടുകൂടി ഈ ബാബിലോൺ നഗരം പണിത് ലോകത്തിന് മുഴുവൻ ആകർഷണം അവിടെ കൊണ്ടുവരണം എന്ന ആഗ്രഹത്തോടുകൂടി $multi-billion ചെലവഴിച്ച് ഈ ന്യൂയോർക്ക് പട്ടണത്തെക്കാളും വാഷിംഗ്ടണിനേക്കാളും, ലണ്ടൻ പിന്നെ ചെറിയ പട്ടണമാണ്, പാരീസിനേക്കാളും ഒക്കെ ഒരു വലിയ പഴയ ബാബിലോൺ പണിയുന്നതിന് വേണ്ടി ഒരാൾ ശ്രമം നടത്തി. നിങ്ങൾക്കറിയാം ആ ആളുടെ പേരെന്തോന്ന്? ആളുടെ പേര് സാദം ഹുസൈൻ എന്തായിരുന്നു? സദ്ദാം ഹുസൈൻ. പക്ഷെ സാദം ഹുസൈൻ്റെ പണിയുടെ ആരംഭത്തിൽ തന്നെ ദൈവം അത് തകർത്ത് കളഞ്ഞു. ഹുസൈനെ തകർത്തു. കാരണം അത് ദൈവത്തിന്റെ പ്ലാൻ അഗൻസ്റ്റ് ആയിരുന്നു. ബാബേൽ ഈസ് ഓൾവേസ് അഗൻസ്റ്റ് ദ പ്ലാൻ ഓഫ് ഗോഡ്. ഓൾവേസ് അഗൻസ്റ്റ് ദ പ്ലാൻ ഓഫ് ഗോഡ്. ഇനി ഈ ബാബേൽ നഗരത്തിൽ നിന്ന്, ആ സ്ഥലത്ത് നിന്ന്, അപ്പൊ ഇപ്പൊ അതെവിടെയാണ്? അത് ഇപ്പോഴത്തെ ഇറാഖിലാണ്. ഓക്കെ, സോ വെരി ക്ലോസ് ടു ഇറാൻ ആൻഡ് നോട്ട് ഫാർ അവേ ഫ്രം ദ ഗാർഡൻ ഓഫ് ഈഡൻ. ആ ലൊക്കേഷനിലൊക്കെ എനിക്ക് കാണിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിലും ഇപ്പൊ ആ ലൊക്കേഷൻ ഒന്നും കാണിക്കാനുള്ള സമയം നമുക്കില്ല. കാരണം എനിക്ക് ടോപ്പിക്സിൽ കോടി വരണ്ട്. ഇപ്പൊ തന്നെ പകുതി സമയം കഴിഞ്ഞു. നിങ്ങളുടെ പേഷ്യൻസിന്റെ 3/4 ഭാഗം തീരുകയും ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട് വരാം. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? അപ്പോ ആ ലൊക്കേഷൻ ബാബിലോൺ എന്ന പേര് വരുമ്പോഴെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്
അവിടെ നിന്ന്, അത് ഡെസേർട്ടാണ്, അവിടെ നിന്ന് ദൈവത്തിനും ദൈവത്തിന്റെ ജനമായ ഇസ്രയേലിനും, ഗോഡ്സ് ഏൻഷ്യൻ പീപ്പിൾ, ദൈവത്തിന്റെ സഭയായ ക്രിസ്ത്യാനിറ്റിക്കും, എന്നിട്ട് പറയട്ടെ, സ്വർഗസ്ഥനായ ദൈവത്തിനും ഗോഡ്സ് ഏൻഷ്യൻ പീപ്പിൾ, ദൈവത്തിന്റെ പുരാതന ജനമായ ഇസ്രയേലിനും ക്രിസ്തുവിന്റെ സഭയായ മണവാട്ടിയ സഭയ്ക്കും എതിരായിട്ട് അതിശക്തമായ പോരാട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാറ്റഗറി, ഏത് രണ്ട് കാറ്റഗറിയെ? ഒന്ന് ദൈവസഭയെയും രണ്ട് യഹൂദനെയും കൊന്ന് മുടിച്ച് അവന്റെ ചോര കൊണ്ട് കുടിച്ച് പൂസാടിയിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇത്, പവർ ഓഫ് ബാബിലോൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ വരും. വാസ്തവത്തിൽ 16-ഉം 17-ഉം 18 അധ്യായങ്ങൾ വായിച്ച് മാത്രമേ നമുക്ക് തീർക്കാൻ കഴിയത്തുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള പേഷ്യൻസും ഇല്ല, ഇത് നമ്മുടെ പ്രോഗ്രാമിനുള്ള സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ കഴിയുന്നിടത്തോളം വേഗം ഈ സമയത്ത് തീർക്കാം. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ആശ ഒരു വാക്യം വായിച്ചിട്ട് അവിടെ നിർത്തണം. ഞാൻ എക്സ്പ്ലേഷൻ കൊടുക്കാനായിട്ട് നിർത്തി വായിക്കാം, പ്ലീസ്. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരുക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി. പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. മതി, നോക്കണേ. അപ്പം ഒരു ദൂതൻ യോഹന്നാനെ വിളിക്കുകയാണ്. ഇത് മഹോപദ്രവത്തിന്റെ കാലമാണ്, മഹോപദ്രവകാലത്തിന്റെ ലാസ്റ്റാണ്, 7-ാം വർഷം അവസാനിക്കുകയാണ്. ദൂതൻ വന്നിട്ട് പറഞ്ഞു, നോക്കി, ഞാനൊരു മഹാവേശ്യയുടെ ന്യായവിധി കാണിച്ചു തരാം. ഈ മഹാവേശ്യ എന്നുള്ളത് ഒരു ബിബ്ലിക്കൽ എക്സ്പ്രഷനാണ്. സത്യദൈവത്തെ വിട്ട് മറ്റാരാധനയ്ക്ക് പോകുന്ന ആരാധനക്കാർ എന്നാണ് അതിൻ്റെ അർത്ഥം. സത്യദൈവത്തെ വിട്ട് മിഥ്യാമൂർത്തികളെ ആരാധിക്കുന്ന ആരാധനയ്ക്ക് വേദപുസ്തകത്തിൽ പറയുന്ന ഫിഗറേറ്റീവ് ലാംഗ്വേജ് ആണ് വേശ്യാവൃത്തി. എന്നിട്ട് പറയാൻ പോണ സത്യദൈവത്തെ വിട്ട മിഥ്യാമൂർത്തികളുടെ പുറകെ അതിന് ദൈവം എന്ന് പറഞ്ഞ് ആരാധിക്കാൻ പോകുന്ന ആളുകളെ വിളിക്കുന്ന വേദപുസ്തകത്തിന്റെ ഭാഷയാണ് പ്രോസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഹാർലട്രി, അല്ലെങ്കിൽ വ്യഭിചാരം എന്ന് പറയാണ്. അങ്ങനെ ഒരു മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ നിനക്ക് കാണിച്ചു തരാം. അത് ഞാൻ അതിൻ്റെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. പക്ഷേ എക്സ്പ്ലെയിൻ ഇപ്പം നമുക്ക് സമയമില്ല, കാരണം എനിക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് വരേണ്ടതുണ്ട്, കേട്ടോണം. അപ്പം എന്താ ചെയ്യുന്നത്? ഒന്ന്, ജീവനുള്ള ദൈവത്തെ, സത്യദൈവത്തെ എല്ലാ കാലവും എതിർത്ത് നിൽക്കുക. എല്ലാ കാലവും എതിർക്കുന്നതെന്ന് പറയുമ്പം നമ്മൾ 2 കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാക്കണം. ഒന്ന്, ഒരാൾക്ക് ഒരു കാര്യം അറിയത്തില്ല, അതുകൊണ്ട് എതിർത്ത് നിൽക്കുന്നത്. എന്താ ഞാൻ എതിർക്കുന്നുള്ള അറിയത്തില്ല. 2, അറിഞ്ഞു പഠിച്ച് മനസ്സിലാക്കിയിട്ട് എന്തെന്നറിയാമോ, അതിനെതിരായിട്ട് തിരിയുക. നമ്മൾ ലോകത്തുള്ള എല്ലാ മതങ്ങളെയും പഠിച്ചാൽ ഇപ്പം നമുക്ക് ഒരു മേജർ റിലിജിയനാണ് ഹിന്ദുവിസം. അല്ല എന്നുള്ളത് സത്യമാണെങ്കിലും ആണെന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഹിന്ദുക്കളുടെ ശാസ്ത്രങ്ങളും അവരുടെ കിതാബുകളും അവരുടെ റിലീജിയസ് ടെക്സ്റ്റുകളും മുഴുവൻ പഠിച്ചാൽ യേശു ക്രിസ്തു ദൈവമല്ല. വിശുദ്ധ വേദപുസ്തകം വിഭാവന ചെയ്യുന്ന സ്വർഗസ്ഥനായ ദൈവമല്ല എന്ന് ഒരിടത്തും പറയുന്നില്ല. 2, അവരുടെ റിലീജിയസ് പ്രാക്ടീസസിൽ ഒരിടത്തും അവരുടെ പ്രസംഗങ്ങളിലോ മതപ്രസംഗങ്ങളിലോ മതങ്ങളുടെ പഠിപ്പീരിലോ യേശു ക്രിസ്തുവിന്റെ ദിവ്യത്വത്തെ ചോദ്യം ചെയ്യുന്നില്ല. അവർക്ക് അവരുടേതായ ഒരുപാട് കക്ഷികളെ പറയാനുണ്ട്, അവരത് പറഞ്ഞു പോക്കോളും. ഇനി അടുത്തതൊരു മതമെന്ന നിലയ്ക്ക് വളർന്നു വന്ന വേറൊരു മതമാണ് ബുദ്ധിസം. ബുദ്ധിസത്തിൽ ഒരിടത്തും യേശു ക്രിസ്തുവിനെ പറ്റി ഒരു പരാമർശമില്ല. കാരണം യേശു ക്രിസ്തു എനിക്കിതിനും ഉണ്ടായതാണ്, അവർക്ക് അതിനെപ്പറ്റി ഒരു കുന്തം അറിയത്തില്ല. പാവങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി ബുദ്ധന്മാരുടെ പഠിപ്പീരിലും അവർ ക്രിസ്ത്യാനികൾ അവർക്ക് ദേഷ്യം, കാര്യം ക്രിസ്ത്യാനികൾ ചില സ്മാർട്ടായുണ്ട്. അപ്പം ഇവർക്ക് അത്രയും സ്മാർട്ടാകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇച്ചിരി കുശുമ്പുണ്ടെന്നേ ഉള്ളൂ. ക്രിസ്ത്യാനിറ്റിക്ക് എതിരായിട്ടൊന്നും പറയത്തില്ല.
മേജർ റിലിജിയൻസ് ഒക്കെ എടുത്താൽ ദേ ഗോട്ട് നത്തിങ് എഗൻസ്റ്റ് ക്രിസ്ത്യാനിറ്റി. പക്ഷെങ്കിൽ യേശുക്രിസ്തുവിന്റെ ദിവ്യത്വം ശ്രദ്ധിച്ചാണ്. ഒന്ന്, യേശുക്രിസ്തു ദൈവമാണെന്നുള്ളതിന് എതിരായിട്ടല്ല, അവരൊരു പ്രവാചകൻ മാത്രമാണെന്നും. രണ്ട്, കന്യകജാനനം എന്ന് പറയുന്നത് തെറ്റാണെന്നും. മൂന്ന്, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ല, മറിച്ച് ഒരു ശിഷ്യനാണ് ക്രൂശിക്കപ്പെട്ടതെന്നും. നാല്, യേശുക്രിസ്തു ദൈവപുത്രനല്ല. കാര്യം ദൈവത്തിന് മക്കളില്ല. മക്കളില്ലാത്ത കാര്യം ഭാര്യയില്ല. ദൈവത്തിന് ഭാര്യ ഇല്ലാത്തതുകൊണ്ട് മക്കളില്ല എന്നും. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നും സ്വർഗാരോഹണം ചെയ്തിട്ടില്ലെന്നും താൻ അല്ല രാജാവായിട്ട് വരുന്നതെന്നും താൻ ലോകരക്ഷിതാവല്ലെന്നും താൻ ലോകത്തെ ഭരിക്കത്തില്ലെന്നും ഇങ്ങനെ വേദപുസ്തകത്തിന്റെ കാതലായ പഠിപ്പീർ ഓരോന്നെടുത്തിട്ട് യേശുക്രിസ്തുവിന്റെ ദിവ്യത്വം മുതൽ നോക്കിക്കോളെ, യേശുക്രിസ്തുവിന്റെ ദിവ്യത്വം മുതൽ തൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും തെറ്റാണ് എന്ന് അടിവരയിട്ട് പഠിപ്പിക്കുന്ന ഒരു മതം മാത്രമേ ലോകത്തുള്ളൂ. അപ്പൊ നമുക്കിനിയും എതിർ ക്രിസ്തുവിനെ കണ്ടുപിടിക്കാൻ അമേരിക്കയിലും പോകണ്ട, ഓസ്ട്രേലിയയിലും പോകണ്ട, കാനഡയിലും പോകണ്ട, ഇംഗ്ലണ്ടിലും വരണ്ട, ഒരിടത്തും വരണ്ട. അതിന്റെ സെന്റർ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി. ദർ ഈസ് ഓൺലി വൺ റിലിജിയൻ. ദർ ഈസ് ഓൺലി വൺ റിലിജിയൻ. വേറെ ഒരു റിലിജിയൻ ലോകത്തില്ല. അവർ മാത്രമേ അങ്ങനെ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവരെ എന്താ പറയുന്നത്? മഹാവേശി എന്ന് പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഈ വേശിയുടെ ന്യായവിധി ഞാൻ നിന്നെ കാണിച്ചു തരാം. ഈ വേശിയുടെ ന്യായവിധി ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എന്തെന്നറിയാമോ? യോഹന്നാനെ വിളിച്ചോണ്ട് പോവുക. എങ്ങോട്ടാണ് പോകുന്നത്? റോമിലോട്ടാണ് പോകുന്നത്? അതോ ന്യൂയോർക്കിലോട്ടാണ് പോകുന്നത്? വാഷിങ്ടണിലോട്ടോ പാരീസിലോട്ടാണ് പോകുന്നത്? ഇനി അല്ല, ജെറുസലേമിലോട്ടാണ് പോകുന്നത്? അല്ല, പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? പക്ഷെ അടുത്ത വായിച്ചേ. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. എവിടെ കൊണ്ടുപോയി? മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. ഒരു ഡെസേർട്ടിൽ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നും, ജാതികളിൽ നിന്നും, വർഗങ്ങളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും ഒരു ദൈവാരാധനയ്ക്ക് വേണ്ടി, അത് യേശുക്രിസ്തുവിന്റെ വിരുദ്ധമായ ഒരു ദൈവാരാധനയ്ക്ക് വേണ്ടി, ഒരു കറുത്ത കല്ലിനെ ചുംബിക്കുന്നതിന് വേണ്ടി കോടാനുകോടികൾ ഒരു മരുഭൂമിയിൽ കൂടി വരുന്ന ഒരൊറ്റ റിലീജിയസ് സെന്ററേ ഈ ലോകത്തുള്ളൂ. അപ്പോ അങ്ങോട്ട് തന്നെ കൊണ്ടുപോവാ. എവിടെ? മരുഭൂമിയിലോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? മഹദിയാം ബാബിലോൺ എന്ന് പറഞ്ഞാൽ റോമല്ല, റോമിലോട്ടല്ലേ കൊണ്ടുപോകണം. മഹദിയാം ബാബിലോൺ എന്ന് പറയുന്നത് ന്യൂയോർക്ക് അല്ല, എങ്കിൽ ന്യൂയോർക്ക് കൊണ്ടുപോകണം. ലണ്ടൻ അല്ല, ലണ്ടനിലോട്ടുമല്ല കൊണ്ടുപോയത്. പാരീസുമല്ല, പിന്നെ എവിടെയാണ്? മരുഭൂമിയിലോട്ട് കൊണ്ടുപോയി. ഇനി ബാക്കി വായിച്ചാട്ട് ആശ. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഓക്കെ, റൈറ്റ്. അപ്പൊ ഞാന് ഒരു സ്ത്രീ ഇരിക്കുന്നത് കണ്ടു. സ്ത്രീ എവിടെ ഇരിക്കുന്നത് കണ്ടത്? നിർവായിച്ചേ. 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുമുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു മൃഗം. മൃഗത്തിന്റെ കളർ എന്തുവാ? കടും ചുവപ്പ്. അതിന്റെ അർത്ഥം എന്തുവാ? രക്തം. എന്തോ അവർക്കിഷ്ടം? വിശുദ്ധന്മാരുടെ രക്തം, യേശുവിന്റെ സാക്ഷികളുടെ രക്തം. അതായി സ്ത്രീക്ക് ഇഷ്ടം. ഒരു മൃഗത്തിന്റെ മണ്ടയ്ക്കിരിക്കുക. മൃഗം എന്ന വേർഡ് എപ്പോഴും വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ എതിരാളി എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. മൃഗം എന്ന വേർഡ് എപ്പോഴും വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ എതിരാളി, ദാറ്റ് വിച്ച് ഇസ് അഗൻസ്റ്റ് ഗോഡ് എന്ന അർത്ഥത്തിലാണ്. യേശുക്രിസ്തുവിനെയോ തന്റെ ശിഷ്യന്മാരെയോ അല്ലെങ്കിൽ പഴയ നിയമ വിശുദ്ധന്മാരെയോ അപ്പോസ്തലന്മാരെയോ ദൈവമക്കളെയോ ആരെയും കുറിക്കുന്നത് ഫിഗറേറ്റീവ് ലാംഗ്വേജിൽ മൃഗം എന്ന വേർഡ് ഉപയോഗിച്ചിട്ടില്ല. നെവർ. മറിച്ച് ഇവരെ കുറിക്കാൻ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇനി അപ്പൊ ഇരിക്കുന്നത് കണ്ടു. ബാക്കി. ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടും ചുവപ്പ് നിറവും ഉള്ള വസ്ത്രം ധരിച്ച്
കടും ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് ഉം, പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. ഉം. വായിച്ചോ. മർമ്മം Reference മഹദയാം ബാബിലോൺ, ഉം. മർമ്മം മഹദയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേര് അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. ഉം. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു. ഉം. ദൂതൻ എന്നോട് പറഞ്ഞത്, നീ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഈ സ്ത്രീയുടെ 7 തലയും 10 കൊമ്പും ഉള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിന്റെയും മർമ്മം ഞാൻ പറഞ്ഞു തരാം. വെയിറ്റ്. ഈ സ്ത്രീ അവളെ ചുമക്കുന്ന 7 തലയും 10 കൊമ്പുമുള്ള മൃഗം, അതിന്റെ മർമ്മം എന്താണെന്ന് ആര് പറഞ്ഞു തരാമെന്ന്? ദൂതൻ പറഞ്ഞു തരാമെന്ന്. ആർക്ക്? യോഹന്നാന് പറഞ്ഞു തരാമെന്ന്. ഇത് നിങ്ങൾ പ്രത്യേകം മാർക്ക് ചെയ്യണം. അപ്പൊ ദൂതൻ യോഹന്നാനോട് പറഞ്ഞതും ഭൂമിശാസ്ത്രവും ചരിത്രവും തമ്മിൽ ബന്ധമുണ്ടോ? ദൂതൻ യോഹന്നാനോട് പറഞ്ഞതും ഭൂമിശാസ്ത്രവും ചരിത്രവും തമ്മിൽ ബന്ധമുണ്ടോ? ദൂതൻ പറഞ്ഞതും ഭൂമിശാസ്ത്രവും ചരിത്രവും തമ്മിൽ ബന്ധം ഇല്ലാത്ത കാര്യമാണെങ്കിൽ തെറ്റ. ഭൂമിശാസ്ത്രവും ചരിത്രവും തമ്മിൽ ബന്ധമുള്ള കാര്യമാണ് ദൂതൻ പറഞ്ഞതെങ്കിൽ അത് ശരിയുമാണ്. ബാക്കി വായിച്ചോ. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതുമാവുന്നു. ഉണ്ടായിരുന്നതും മകരത്തിന്റെ പ്രത്യേകത മുമ്പുണ്ടായിരുന്നു, 2 ഇപ്പോഴില്ല, 3 അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകണം. മുമ്പുണ്ടായിരുന്നു, അടുത്തത് ഇപ്പോഴില്ല. ഇത് യോഹന്നാനോട് സംസാരിക്കുമ്പം അത് നിലവിലില്ല. 3 ഇനിയും അത് അഗാധത്തിൽ നിന്ന് കയറിയിട്ട് എങ്ങോട്ട് പോകണം? നിത്യനാശത്തിലേക്ക് പോകണം. ശ്രദ്ധിച്ചോണം, ഇതാണ് ഇതിന്റെ മിസ്റ്ററി പാർട്ട് എന്ന് പറയുന്നത്. മുമ്പുണ്ടായിരുന്നു, ഇപ്പോഴില്ല, ഇനി അഗാധത്തിൽ കയറി വരണം. എങ്ങോട്ട് പോകണം? നിത്യനാശത്തിലേക്ക് പോകണം. ബാക്കി വായിച്ചോ. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേര് എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. തല 7 ജ്ഞാനബുദ്ധിയുണ്ട്. ജ്ഞാനബുദ്ധി എന്ന് പറയുമ്പം 4 കാര്യങ്ങൾ എടുക്കണം. ഒന്നാമത്തെ കാര്യം വിശുദ്ധ തിരുവെഴുത്ത് എന്ത് പറയുന്നു. രണ്ടാമത്തെ കാര്യം ഈ ഭൂമിശാസ്ത്രം എന്ത് പറയുന്നു. മൂന്നാമത്തെ കാര്യം ചരിത്രം എന്ത് പറയുന്നു. നാലാമത്തെ കാര്യം ഒരിച്ചിര കണക്ക്, ശകലം കണക്ക്. ഈ 4 കാര്യം എന്ത് പറയുന്നുള്ളൂ. ഈ 4 കാര്യം നോക്ക് വരണം. ഓക്കെ, ബാക്കി വായിച്ചോ. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. നില തല 7, ഈ മൃഗത്തിന് 7 തലയുണ്ട് എന്ന് പറഞ്ഞാൽ സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. കൺഫ്യൂഷൻ നമ്പർ 1. 7 തലകളുള്ള 7 മലകളുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത്, ഒരു ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് മൈറ്റി റോമൻ എംപയറിന്റെ ക്യാപിറ്റലാണ്. റോമാ നഗരം 7 മലകളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നഗരമാണ്. അതുകൊണ്ട് നമ്മുടെ വേദശാസ്ത്രന്മാർ പെട്ടെന്നെത്തി ഇത് റോമാണെന്ന്. കേട്ടോണേ, റോമാണെന്ന് പറയാൻ കാരണം എന്നറിയാമോ? 7 മല, 7 തലേന്നോ 7 മലയാണ്. അടുത്ത് ബാക്കി. അവ 7 രാജാക്കന്മാരും ആകുന്നു. 5 പേര് വീണുപോയി, ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ 5 പേര് വീണുപോയി, ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ കുറഞ്ഞൊന്ന് ഇരിക്കേണ്ടതാകുന്നു. വന്നാൽ കഴിഞ്ഞ പിന്നെ അവന് കുറഞ്ഞോന്ന്, ഒരിച്ചിരി കാലം ഇരിക്കും. ഒരുപാട് കാലമല്ല, കുറച്ചു കാലം ഇരിക്കേണ്ടതാണ്. യെസ്. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8ാമത്തവനും 7 പേരിൽ ഉൾപ്പെട്ടവനും തന്നെ അവൻ നാശത്തിലേക്ക് പോകുന്നു. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ,
അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. നീ മൃഗത്തോട് കണ്ട 10 കൊമ്പുകൾ, 10 കൊമ്പ്, 10 രാജാക്കന്മാർ, അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ യോഹന്നാനോട് സംസാരിക്കുന്ന രാജ്യത്വം ഉണ്ടായിട്ടില്ല. അടുത്തത്, മൃഗത്തോട് ഒന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കുത്താനും ഇവർ ഒരേ അഭിപ്രായമുള്ളവർ തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവർ കുഞ്ഞാടിനോട് പോരാടും. താൻ കർത്താവും രാജാതിരാജാവും ആവുക കൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായ അവരെ ജയിക്കും. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, മതി 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 ഇത്തരം കാര്യം ഞാൻ ഓടിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്നത്തെ ടോക്ക് ഷോ തീരും. ഓടിച്ച് പറയാൻ പോവാം. ആദ്യം പറഞ്ഞത് ഒന്ന് പ്രത്യേകത കേട്ടോണം. ഇത് 10 കൊമ്പും 7 തലയുമുള്ള ഒരു മൃഗം. ഈ 10 കൊമ്പ് 7 തലയുള്ള ഒരു മൃഗം. ഇത് നമ്മുടെ ഒന്നാമത്തെ പിക്ചർ എന്ന് പറയുന്നത്. 10 കൊമ്പ് 7 തലയുള്ള ഒരു മൃഗം. ഞാൻ കുറച്ച് ഇമേജസ് നിങ്ങൾക്ക് കാണിച്ചിട്ട് പോകാം. ഇമേജ് ഇല്ലെന്നുണ്ട് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാകത്തില്ല. ഇവിടെ ഞാൻ ഇമേജ് കാണിച്ചു. ഇവിടെ 7 തലയുള്ള ഒരു മൃഗം. അതിന് 10 കൊമ്പുണ്ട് തലയിൽ. അത് പൊക്കിക്കൊണ്ട് വന്ന ഒരു ഭരണാധികാരി, ഒരു സ്ത്രീ. ഇതാണ് മഹദിയ ബാബിലോൺ. കേട്ടല്ലോ? ഇത് എവിടുന്ന് വരുന്നു? ഇതൊരു കടലിൽ നിന്ന്, മഹാസമുദ്രത്തിൽ നിന്ന് കയറി വരിക. ഈ മഹാസമുദ്രം എന്ന് പറയുന്നത് 2 അർത്ഥമുണ്ട്. ഒരർത്ഥം ജനസമുദായ കടൽ എന്നും, അതിൻ്റെ സ്പിരിച്വൽ മീനിങ് ആണെങ്കിൽ അതിൻ്റെ ലിറ്ററൽ മീനിങ് മെഡിറ്ററേനിയൻ കടൽ എന്നാണ്. ശ്രദ്ധിച്ചോണം, മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ഇത് കയറി വരിക. എന്താ അതിൻ്റെ പ്രത്യേകത? ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നു, മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല, ഇനി വീണ്ടും കയറി വരും. അതതിൻ്റെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, ഇത് 7 രാജാക്കന്മാരാണ്. 5 പേര് വീണുപോയി, 6ാമത്തവനുണ്ട്, ഇപ്പോഴുണ്ട്. ഇനി 7ാമത്തവൻ എന്ന് പറഞ്ഞാൽ 8ാമത്തവനായിട്ടാണ് വരുന്നത്. പക്ഷെ അവൻ 7ാമത്തവനാണ് എന്ന് പറഞ്ഞാൽ വീണ്ടും വരുന്നു. മുമ്പുണ്ടായിരുന്നു, വീണ്ടും വരുന്നതുകൊണ്ടാണ് 7 വെട്ടും അവനാണെന്ന് പറയുന്നത്. ഇതാണ് ഇതിനകത്തെ മിസ്റ്ററി അല്ലെങ്കിൽ രഹസ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണിത് മർമ്മം മഹദിയ ബാബിലോൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിനിയും ഈ 7 തല ഇപ്പൊ കണ്ടല്ലോ. ഈ 7 തലയെ പറ്റി പറയുന്നത് ഇത് 7 രാജ്യങ്ങളാകുന്നു. 7 തല എന്താണ്? 7 സാമ്രാജ്യങ്ങളാകുന്നു. 7 തല 7 സാമ്രാജ്യങ്ങളാകുന്നു. 7 തല 7 സാമ്രാജ്യങ്ങളാകുന്നു. അപ്പൊ നോക്കിക്കോണേ, നമ്മൾ എന്തുകൊണ്ട് ഇത് റോം അല്ലെന്ന് പറയുന്നു? ഇത് റോം അല്ലെന്ന് നമ്മൾ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം, റോം എന്ന് പറഞ്ഞാൽ ഒരു സാമ്രാജ്യമാണ്, 7 സാമ്രാജ്യമല്ല. റോം ഒരു സാമ്രാജ്യമാണ്, 7 സാമ്രാജ്യമല്ല. 2, റോം 7 മലകളുള്ള പട്ടണമാണെങ്കിൽ 7 മലകളിൽ സ്ഥാപിക്കപ്പെട്ട പട്ടണം റോം മാത്രമല്ല. റോം ഈസ് നോട്ട് ദ only town, only city that is built on 7 hills. അപ്പൊ 7 മലകളുടെ മേൽ റോം പണിതിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇത് റോമാണ് എന്ന് പറയുമ്പോൾ പ്രോബ്ലം എന്തെന്നറിയാമോ? അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ഇത് എന്തല്ല, ഇത് ഒരു നഗരമല്ല, മറിച്ച് സാമ്രാജ്യങ്ങൾ, വലിയ സാമ്രാജ്യങ്ങളാകുന്നു. അങ്ങനാണെങ്കിൽ യഹൂദനെതിരായി അത് നോക്കിക്കൊണ്ട് അതിൽ 5 എണ്ണം വീണുപോയി. 5 എണ്ണം വീണുപോയി. ഒരുത്തൻ ഇപ്പോഴുണ്ട്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇസ്രയേലിനെതിരായി, ദൈവജനത്തിനെതിരായിട്ട് ലോകത്തിലുണ്ടായി വന്ന സാമ്രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? അത് എവിടെ വീണുപോയി? ആ സാമ്രാജ്യം ഇപ്പോഴെവിടെ ഉണ്ട്? എന്നാൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഓടിച്ച് ഞാൻ ഒന്നുകൂടെ പറയാൻ പോവാണ്. ഈ ദൈവജനത്തിനെതിരായി
ആദ്യം ഉയർന്നതായ തലയെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാമ്രാജ്യം എന്ന് പറയുന്നത് ദി മൈറ്റി ഈജിപ്ഷ്യൻ എംപയർ ആണ്. മൈറ്റി ഈജിപ്ഷ്യൻ എംപയർ, ഈ കാണുന്ന ഈജിപ്ഷ്യൻ സാമ്രാജ്യമാണ് ദൈവജനത്തിനെതിരായി ഉണ്ടായ ആദ്യത്തെ സാമ്രാജ്യം. ആദ്യത്തെ സാമ്രാജ്യത്തിന്റെ മോട്ടീവ് അല്ലെങ്കിൽ അവരുടെ പ്രേരക ശക്തി എന്ന് പറയുന്നത് നോക്കിക്കോണേ, ഇസ്രായേൽ ജനം രക്ഷപ്പെട്ടു പോയി. ചെങ്കടലിന്റെ തീരത്തെത്തിയെന്ന് മനസ്സിലായപ്പം ഫറവോനും കൂട്ടരും പുറകെ തിരിച്ചു. എന്തിനാ ഫറവോനും കൂട്ടരും പുറകെ തിരിച്ചത്? ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യുക. ഇസ്രായേലിനെതിരായി ലോകത്തിൽ ഉയർന്ന ആദ്യത്തെ നാഷണൽ ക്രൈ ഔട്ട് എന്ന് പറയുന്നത് ഈജിപ്തിലായിരുന്നു. എന്തായിരുന്നു ഈജിപ്തിലെ ക്രൈ ഔട്ട് എന്ന് പറയുന്നത്? ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളയുക. കേട്ടോ, അതാദ്യമായി ആ വർഗത്തിനെതിരായിട്ടുള്ള ആദ്യത്തെ ആക്രോശമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ലോകം അവസാനിക്കാൻ പോകുന്നത് ഇതേ ആക്രോശത്തിലാണ്. ഏത് ആക്രോശത്തിൽ? ഇസ്രായേലിന്റെ കിഴക്ക് ഒരു വലിയ നദിയുണ്ട്. എന്താ നദിയുടെ പേര്? യൂഫ്രട്ടീസ് നദി. ആ യൂഫ്രട്ടീസ് നദി കടന്ന് ഒരു വലിയ സൈന്യം ഇസ്രായേൽ ഒരു ജാതിയായിരിക്കണം നാം അവരെ മുടിച്ചുകള എന്ന് പറഞ്ഞു വരും. അവർ വരുന്ന എന്തെന്നറിയാമോ? അവർക്ക് പാതയൊരുക്കുന്നതിന് വേണ്ടി യൂഫ്രട്ടീസ് നദി വെള്ളം താഴോട്ട് പോയി അതങ്ങ് വറ്റി വരളും. ഇനിയും യൂഫ്രട്ടീസ് നദി ഓൾറെഡി വെള്ളം താഴോട്ട് വീണ് വറ്റി വരളാൻ തുടങ്ങി. അതുമായി ബന്ധപ്പെട്ട് നൂറ് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കിപ്പോൾ സമയമില്ല, നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം നോക്കിക്കോണേ. അപ്പം ഫസ്റ്റ് ക്രൈ എവിടെ ആയിരുന്നു? ഈജിപ്തിലായിരുന്നു. ലാസ്റ്റ് ക്രൈ എവിടെ വരും? യൂഫ്രട്ടീസ് നദിയുടെ കിഴക്കേ കരയിൽ നിന്ന് 10 രാജ്യങ്ങൾ, ശ്രദ്ധിച്ചോണം, 10 രാജ്യങ്ങൾ ഒരുമിച്ച് ഇസ്രായേലിനെ യുദ്ധം ചെയ്യാൻ വരുമ്പോൾ യൂഫ്രട്ടീസ് നദി വെള്ളം താണ് വരണ്ടിട്ട് ഈ 10 രാജ്യങ്ങളെ ഇപ്പുറത്തോട്ട് കയറ്റിവിടും. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ 7 തലകളും 10 കൊമ്പുകളുമാണ്. 7 തലയും 10 കൊമ്പും. അതിൽ ഒന്നാമത്തെ തല ഈജിപ്ഷ്യൻ എംപയർ. എവിടെ പോയി? മെഡിറ്ററേനിയൻ കടലിന്റെ ഒരു ഭാഗമായ ചെങ്കടലിൽ മുങ്ങിപ്പോയി. അതുകൊണ്ട് നമ്മൾ എന്തോ പാടി? ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി, വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കത്തിൽ ഇനിയും. അപ്പൊ ഇസ്രായേലിനെതിരായി ശ്രദ്ധിച്ചോണം, ആദ്യം ഉയർന്ന ശത്രു പൈശാചികൻ എവിടെ കിടപ്പുണ്ട്? മെഡിറ്ററേനിയൻ കടലിന്റെ അടിയിൽ കിടപ്പുണ്ട്. രണ്ടാമത്തേതായിരുന്നു ഇസ്രായേലിനെതിരായിട്ട് വന്ന രണ്ടാമത്തെ എംപയറിന്റെ പേരാണ് ഏത്? അസേരൻ എംപയർ അല്ലെങ്കിൽ അശൂർ സാമ്രാജ്യം എന്ന് പറയുന്നത്. അന്നത്തെ ലോകത്തിലെ അമേരിക്ക എന്ന് പറയാവുന്ന ഈ അശൂർ സാമ്രാജ്യമാണ് ഇസ്രായേലിനെ നശിപ്പിക്കാൻ നിനവെ ക്യാപിറ്റലായിരുന്നു. കാണാമെന്ന് നിങ്ങൾക്ക് എൻ്റെ ഇമേജസ് ഒക്കെ. നിനവെ ക്യാപിറ്റലായിട്ട് വന്ന രണ്ടാമത്തെ വലിയ പുള്ളിക്കാരന്മാര്. ആ വലിയ പുള്ളിക്കാരന്മാർക്ക് എന്താ പറ്റിയത്? മെഡിറ്ററേനിയൻ കടല് മുകളിലോട്ട് പൊങ്ങിയിട്ട് നിനവയും അതിൻ്റെ സകല ശക്തികളും മെഡിറ്ററേനിയൻ കടലിന്റെ അടിയിലായി. ഇന്ന് എവിടെ നിനവെ? ഇന്ന് അസേറിയ എവിടെ? അസേറിയ മുഴുവൻ മെഡിറ്ററേനിയൻ കടലിന്റെ അടി കിടക്കുക. അതിന്റെ ഹിസ്റ്ററി ഒന്നും പറയാൻ എനിക്ക് സമയമില്ല, വേറെ സമയത്ത് വേണമെങ്കിൽ പറയാം. മെഡിറ്ററേനിയൻ കടലിന്റെ അടി കിടക്കുക. അവന്റെ സാമ്രാജ്യം, അവന്റെ മഹാനഗരങ്ങൾ, അവന്റെ കൊട്ടാരങ്ങൾ, അവന്റെ വലിയ കപ്പലുകൾ, അവനുണ്ടാക്കിയ എസ്റ്റാബ്ലിഷ്മെന്റ് മുഴുവനും മെഡിറ്ററേനിയൻ കടലിന്റെ അടി കിടക്കുക. റൈറ്റ്. അപ്പം ഇസ്രായേലിനെ നശിപ്പിക്കേണ്ട ആദ്യത്തെ തല ഈജിപ്തിന്റെ തല എവിടെ കിടക്കുന്നു? മെഡിറ്ററേനിയൻ കടലിൽ. രണ്ടാമത്തെ തല ഏതാണ്? അസേറിയൻ സാമ്രാജ്യ തല എവിടെ കിടക്കുന്നു? മെഡിറ്ററേനിയൻ കടലിന്റെ അടിയിൽ കിടക്കുന്നു. ഇനിയും ഇസ്രായേലിനെ നശിപ്പിക്കാൻ വന്ന മൂന്നാമത്തെ വലിയ പവറിന്റെ പേരാണ് മൈറ്റി ബാബിലോൺ എന്ന് പറയുന്നത്. മൈറ്റി ബാബിലോൺ തകർന്നുപോയി. ആരുമായിട്ടുള്ള യുദ്ധത്തിൽ? പേർഷ്യൻസുമായിട്ടുള്ള യുദ്ധം, മേദിയൻസുമായിട്ടുള്ള യുദ്ധത്തിൽ തീർന്നു. അവരും കിടക്കുന്ന ആ പവറും കിടക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഇതേ കടലിന്റെ അടിയിലാണ്. മൂന്നാമത്തെ ഞാൻ പറഞ്ഞു. 4ഉം 5ഉം അടുത്തത് മെഡോ പാർഷ്യൻ എംപയർ, മേദ്യ പാർഷ്യ സാമ്രാജ്യം എവിടെ പോയി?
ബാറ്റിൽ ഓഫ് നിനവയിൽ തകർന്ന് ഇവന്മാരും താഴെ പോയി, അവരും താഴെ പോയി. നാലാമത്തെ, അടുത്തത് ശ്രദ്ധിച്ചോണേ, അടുത്തത് ഗ്രേഷ്യൻ എംപയർ ആണ്, ഗ്രീക്ക് സാമ്രാജ്യമാണ്. അലക്സാണ്ടർ ഗ്രീക്ക് സാമ്രാജ്യം. അലക്സാണ്ടർ ഗ്രീക്ക് സാമ്രാജ്യം എന്താ പറ്റിയത്? മെഡിറ്ററേനിയൻ കടലിന്റെ 4 ഭാഗത്തായിട്ട് പിളർന്ന് അവനും തീർന്നു മെഡിറ്ററേനിയൻ കടലിനകത്ത്. കേട്ടോണേ, അവനും തീർന്നു മെഡിറ്ററേനിയൻ കടലിനകത്ത്. അടുത്തത് വലിയ സംഗതി എന്ന് പറഞ്ഞാൽ റോമൻ സാമ്രാജ്യമാണ്. ദ നെക്സ്റ്റ് ഗ്രേറ്റ് ഈസ് റോമൻ എംപയർ. റോമൻ എംപയർ ഇത് പറയുന്ന സമയത്ത് ലോകത്തുണ്ട്. കേട്ടോണേ, അപ്പം റോമൻ എംപയറും കഴിഞ്ഞ് ശ്രദ്ധിച്ചോണം. ഇപ്പൊ നമുക്ക് എത്ര തലയെന്ന് ആലോചിച്ച് നോക്കി. ഒന്നാമത്തെ തല ഈജിപ്ഷ്യൻ എംപയർ, രണ്ടാമത്തത് അസേറിയൻ, മൂന്നാമത്തത് ബാബിലോൺ, നാലാമത്തത് മേദ്യ പാർസ്യ, അഞ്ചാമത്തത് ഗ്രീക്ക്, ആറാമത്തത് റോം. കേട്ടല്ലോ. ഇനി ഈ മൈറ്റി റോമൻ എംപയറിനെ കീഴടക്കിക്കൊണ്ട് ഒരു വലിയ സാമ്രാജ്യം പിന്നീട് എഴുന്നേറ്റ് വന്നു. ഈ റോം തകർന്നു അവിടെ തന്നെയാ. എവിടെ? റോം തകർന്നിട്ട് ഈസ്റ്റേൺ റോമൻ എംപയർ ബൈസാൻഡിൻ എംപയർ ആയിട്ട് മാറിപ്പോവുക. അത് മെഡിറ്ററേനിയൻ കടലില്ല, അവന്റെ പവർ തീർന്നു പോയത്. അത് കഴിഞ്ഞുണ്ടായ അടുത്ത ശക്തി എന്ന് പറയുന്നത് ഏതെന്നറിയാമോ? അത് ഒരു റിലീജിയനെ ബേസ് ചെയ്ത് ഒരു ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചു. ഈ ഖിലാഫത്ത് പ്രസ്ഥാനമാണ് ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഈ ഖിലാഫത്ത് പ്രസ്ഥാനമാണ് എന്ത് ചെയ്യുന്നത്? അടുത്ത് വരുന്ന പുള്ളി. അവർ ലോകം മുഴുവൻ ഭരിക്കുമ്പോൾ, ലോകത്തിൻ്റെ ഒരു ഭാഗം ഭരിക്കുമ്പോൾ അവർക്ക് ഒറ്റ മോട്ടീവേ ഉള്ളൂ: ഇസ്രയേലിനെയും ക്രിസ്ത്യാനിയെയും കൊന്നുകളയുക. ഈ മോട്ടീവോടുകൂടി അവർ ഒരുപാട് വർഷങ്ങൾ ഭരിച്ചു എന്ന് പറഞ്ഞാലും 1924 അമേരിക്ക ശക്തിയായ ഒരു അടിയടിച്ചിട്ട് ഇവനെ തകർത്ത് കളഞ്ഞു. ഇതിനെ ഒടിഞ്ഞുപോയ കൊമ്പെന്ന് പറയും. എവിടെ? നമ്മള് ദാനിയേൽ 9-ാം അധ്യായത്തിലെ ഒടിഞ്ഞുപോയ നടുക്കത്തെ കൊമ്പാണ്. എക്സ്പ്ലെയിൻ നമുക്ക് സമയമില്ലാതാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ കൊമ്പ് ഏത്? ഈ ഒടിഞ്ഞുപോയി 6-ാമത്തെ കൊമ്പ് വീണ്ടും അത് ബലം പ്രാപിച്ചു വരും. അത് വീണ്ടും ബലം പ്രാപിക്കാൻ തുടങ്ങി. വീണ്ടും എന്നാ ബലം പ്രാപിക്കാൻ തുടങ്ങിയത്? വീണ്ടും ബലം പ്രാപിക്കാൻ തുടങ്ങിയത് 2011 ഖിലാഫത്ത് പ്രസ്ഥാനം വീണ്ടും ആരംഭിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനം വീണ്ടും ആരംഭിക്കുക ഏത് ടൈറ്റിൽ? ISIS എന്ന ടൈറ്റിൽ. ISIS എന്ന ടൈറ്റിൽ അത് ആരംഭിച്ചുകൊണ്ട് സിറിയയിൽ നിന്ന് അതിന്റെ വർക്ക് തുടങ്ങിയപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ആ ബാനർ ശക്തിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ആ ബാൻഡ് ശക്തിയായിട്ട് വന്നു. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയപ്പോൾ മനസ്സിലായല്ലോ, ഒരുത്തനുണ്ട്, ഇത് വീണുപോയി എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പം ഈ വീണുപോയ ഈ സംഗതി, ഇവന്മാരുടെ മുഴുവൻ പവർ എവിടെ കിടക്കുന്നത്? ഇവന്മാരുടെ മുഴുവൻ പവർ കിടക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ മെഡിറ്ററേനിയൻ കടലിനടിയിലാണ്. മെഡിറ്ററേനിയൻ കടലിനടിയിലാണ്. ഈ പവേഴ്സ്, 7 പവറും ഒരുമിച്ച് ചേർന്നിട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സഭയെ ഇവിടുന്ന് മാറ്റിക്കഴിയുമ്പോൾ, ഇതുവരെ തടുക്കുന്ന പരിശുദ്ധാത്മാവ് ഇവിടുന്ന് മാറിക്കഴിയുമ്പോൾ, ഈ അന്ധകാര ശക്തികൾ വീണ്ടും ഒരുമിച്ച് ഇതേ രാജ്യങ്ങളെ പവർഫുൾ ആക്കിക്കൊണ്ട്, ഇതേ പ്രസ്ഥാനങ്ങളെ പവർഫുൾ ആക്കിക്കൊണ്ട് എഴുന്നേറ്റ് വരും. സ്പിരിറ്റ് എവിടുന്ന്? മെഡിറ്ററേനിയൻ കടലിന് അടിയിൽ നിന്ന്. ദാറ്റ് ഈസ് എ വൺ തിങ് ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഈ നമ്മള് 7 തല ഞാൻ പറഞ്ഞു. ഇനി 10 കൊമ്പിന്റെ കാര്യം. 10 കൊമ്പെന്ന് പറഞ്ഞാൽ 10 രാജ്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. അവർ ഇതുവരെ അധികാരം പ്രാപിച്ചിട്ടില്ല. അവർ ഒരു വേള അധികാരം പ്രാപിച്ച് എതിർ ക്രിസ്തുവിനോട് കൂടെ തങ്ങളുടെ രാജ്യം, തങ്ങളുടെ അധികാരം അവന് കൊടുത്തിട്ട് ഫോർ എ ഷോർട്ട് ടൈം അവർ ഒരുമിച്ച് വാഴും. ആ 10 രാജ്യങ്ങളെ പറ്റി 83-ാം സങ്കീർത്തനത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആശാവെന്ന് എടുത്ത് 83-ാം സങ്കീർത്തനം 2 മുതൽ.
ദൈവമേ മിണ്ടാതെ ഇരിക്കരുതേ, ദൈവമേ മൗനമായും സ്വസ്ഥമായും ഇരിക്കരുതേ. ഇതാ നിന്റെ ശത്രുക്കൾ കലഹിക്കുന്നു, നിന്നെ ഭയക്കുന്നവർ തല ഉയർത്തുന്നു. അവർ നിന്റെ ജനത്തിന്റെ നേരെ ഉപായം വിചാരിക്കുകയും നിന്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു. വരുവിൻ, ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാത്ത വണ്ണം നാം അവരെ മുടിച്ചു കളയുക. അവരുടെ പേര് ഇനി ആരും ശ്രദ്ധിക്കണം, അങ്ങനെ ഭയങ്കര സ്പീഡ് പൊക്കളയരുത്. വരുവീൻ, ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളയുക എന്ന് പറഞ്ഞ് 10 രാജ്യങ്ങൾ ഒരുമിച്ച് വരും. കാര്യം ഈ 10 രാജ്യങ്ങൾ എതിർ ക്രിസ്തുവിന് തങ്ങളുടെ അധികാരം കൈമാറിയവരാണ്. ആ 10 രാജ്യങ്ങളെ പറ്റി വിശുദ്ധ പറഞ്ഞിരിക്കുന്ന ഓരോന്നും നിർത്തി വായിക്കണം. ഇവർക്ക് നമ്പർ ഇടുന്നതിന് വേണ്ടിയാണ് കേട്ടോ. പെട്രോൾ ഒത്തിരി അടിച്ചും കത്തിച്ചു വിട്ട് കളയരുത്. ഓക്കെ, വായിച്ചോ. ഏദോമ്യരുടെയും ഇശ്മായേല്യരുടെയും കൂടാരങ്ങളും. അയ്യോ, പറഞ്ഞ അത്തരം സ്പീഡിൽ പോരുന്നത്. ഒന്നാമത്തത് ഏദോം, രണ്ടാമത്തത് ഇശ്മാല്യർ, മൂന്നാമത് മോവാബ്, നാലാമത്തത് ഹഗാര്യർ, അഞ്ചാമത്തത് ഗബാൽ, ആറാമത്തത് അമോൻ, ഏഴാമത്തത് അമാലേക്ക്, എട്ടാമത്തത് ഫിലിസ്തീയ, ഒമ്പതാമത്തത് സോർ നിവാസികൾ, സോർ, പത്താമത്തത് അശൂർ. ഉണ്ടോ? ഈ 10 രാജ്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ഔട്ട്ലൈൻ കാണാൻ നിങ്ങൾക്ക് കാണത്തില്ല. ആ 10 രാജ്യങ്ങൾ നോക്കിയേ. മെഡിറ്ററേനിയൻ കടൽ എന്ന് പറയുന്നത് സൈപ്രസ് എന്ന് പറയുന്ന ഒരു സംഗതി കാണിക്കുന്നുണ്ടോ? ആ കാണുന്നതാണ് മെഡിറ്ററേനിയൻ കടൽ. ആ മെഡിറ്ററേനിയൻ കടലിൽ ചുറ്റും നിങ്ങൾ നോക്കിക്കേ. ആ മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമായിട്ടാണ് ഈ രാജ്യങ്ങൾ. നിങ്ങൾ കുറെ കൂടെ റൈറ്റിലോട്ട് കിഴക്കോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തോ കാര്യം കാണാമെന്നറിയാമോ? അവിടെ നമുക്ക് കാണാവുന്നതാണ് ഇറാഖ്, കുറെ ഇപ്പുറത്തായിട്ട് സിറിയ, അതിൻ്റെ ഇടയ്ക്ക് കൂടെ നദി പോകുന്ന കണ്ടോ? ആ നദിയുടെ പേരാണ് ഏത്? യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി. മനസ്സിലായോ? ഈ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ അപ്പുറേക്കടുത്ത് നിന്ന് എന്തറിയാമോ, ഈ 10 പേര് കൂടി ഒരുമിച്ച് വരും, ഇസ്രായേൽ ദേശത്തേക്ക് വരും. എന്തിനു വരുന്നതിന് വേണ്ടി? അവരുടെ പർപ്പസ്, വരുവീൻ, ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാവുന്നതോണം നാം അവരെ മുടിച്ചു കളയാം. അതിനുവേണ്ടി അവർ വരുന്ന സമയത്താണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത എന്ന് പറയുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഇവരെ ഓരോരുത്തരെ സംഹരിക്കുന്നതായിട്ടാണ് വിശുദ്ധ. ഇപ്പം തന്നെ എൻ്റെ ടൈം മുഴുവൻ പോയി. ഞാൻ ടൈം ക്രോസ് ചെയ്ത ഒരു 5-6 മിനിറ്റോട് കൂടെ എടുത്തു. കുഴപ്പമില്ല, മുന്നോട്ട് പോകും. അയ്യോ, ഭാഷ അങ്ങനെ പറഞ്ഞാൽ എന്റെ വശക്കാട് വരും, ഇരിക്കുന്നവരുടെ വശക്കാട്. പിന്നെ അടുത്ത ദിവസം ഇവർ വരത്തില്ല. അവര് വരും, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം വരുമ്പം അവര് വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടോ, ഈ 10 രാജ്യങ്ങൾ, ഈ 10 പേർ ആ ഇസ്രായേലിന്റെ ആദ്യത്തെ ശത്രുവാണ് ഏദോം. ആരാ ഏദോം എന്ന് പറയുന്നത്? ഏദോം എന്ന് പറയുന്നത് ഇസ്മായേലിയരാണ്. സോറി ഏദോം എന്ന് പറയുന്നത് പിന്നെ ഏശാവിന്റെ സന്തതിയാണ്. ഏശാവ് ഇസ്രായേലിനെ ആക്രമിക്കാൻ തുടങ്ങി എവിടെ വെച്ചാണ്? റിബേക്കയുടെ വയറ്റിൽ വെച്ച തൊഴി തുടങ്ങിയത്, ഇല്ലയോ? റിബേക്കയുടെ വയറ്റിൽ തുടങ്ങിയ തൊഴി ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ 10 രാജ്യങ്ങൾ നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയം വരെ അവരൊരു വേൾഡ് പവറായിട്ട് ഇവരാരും വന്നിട്ടില്ല. ശ്രദ്ധിച്ചോണം, ഒരു വേൾഡ് പവറായിട്ട് ഇവരാരും വന്നിട്ടില്ല. സഭ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ എതിർ ക്രിസ്തു എന്നൊരാള് എവിടെ നിന്ന് വരുമെന്ന് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ മൈറ്റി ബാബിലോൺ ഉണ്ടായിരുന്ന എവിടമാണോ അവിടെ നിന്ന് അതേ പവർ, ദാറ്റ് സെയിം പവറാണ് എന്ത് ചെയ്യുന്നത്? ഇവന്മാരെ പൊക്കിക്കൊണ്ട് വരുന്നത്. ദ സെയിം പവർ ഇവരെ പൊക്കിക്കൊണ്ട് ഇവരെ പൊക്കിക്കൊണ്ട് വരുന്നറിയാമോ? അവരുടെ പുസ്തകങ്ങൾ പറഞ്ഞനുസരിച്ച് ഒരു ഭരണാധികാരി, ഒരു മൈറ്റി മാൻ, ഒരു ഹ്യൂമൻ ബീങ്, അവൻ്റെ ഉള്ളിൽ അതിശക്തമായ ഡിമോണിക് അനോയിന്റിങ് ഉണ്ടാകുന്നത് കൊണ്ട്
ലോകത്തിലെ സകല മനുഷ്യരെയും വഞ്ചിക്കത്തക്ക രീതിയിൽ വലിയ പവറുമായിട്ട് ഇയാൾ വരും. ഇയാൾ വന്നിട്ട് രണ്ട് രീതിയിലാണ് ലോകത്തെ വഞ്ചിച്ച് അയാൾ ഭരണാധികാരി കേൾക്കാൻ പോകുന്നത്. അപ്പം വഞ്ചിക്കപ്പെടുന്ന ആളുകളുടെ കഥ ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോവാണ്. വഞ്ചിക്കപ്പെടുന്ന ഒന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ആരാന്നറിയാമോ? യഹൂദന്മാര്. ഇല്ല, ദ ഇസ്ലാമിക് വേൾഡ്. ഇസ്ലാമിക് വേൾഡിനോട് എന്താ പറയുന്നത്? യഹൂദന് യെരുശലേം നഗരത്തിൽ അലസ്ക മോസ്ക് ഇരിക്കുന്നിടത്ത് അവന്റെ ആലയം പണിതേ പറ്റത്തുള്ളൂ. കോംപ്രമൈസ് ഇല്ല, പറ്റത്തുള്ളൂ. അപ്പൊ ഇവരോട് പറയുന്നത്, നമുക്ക് വേൾഡിൽ പീസ്ഫുൾ ആയിട്ട് ജീവിക്കണമെങ്കിൽ, എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അലസ്ക പൊളിച്ചു കൊടുത്ത് യഹൂദന്റെ മോസ്ക് പണിയാൻ യഹൂദന്റെ ദേവാലയം പണിയാൻ അനുവാദം കൊടുക്കണം. യഹൂദൻ എന്താ പ്രതീക്ഷിച്ചിരിക്കുന്ന അറിയാമോ? യഹൂദൻ പ്രതീക്ഷിച്ചിരിക്കുന്ന വാഗ്ദത്ത മശിഹ വരുമെന്ന. വാഗ്ദത്ത മശിഹ വരുമ്പോ ആദ്യം ചെയ്യുന്നത് എന്തുവാ? ആദ്യം ചെയ്യുന്നത് മശിഹ യഹൂദന്റെ പൊളിഞ്ഞു പോയ ദേവാലയം പണിയും. 2000 വർഷങ്ങളായി പൊളിഞ്ഞു കിടക്കുന്ന ദേവാലയം പണിയും. അപ്പൊ യഹൂദന് ദേവാലയം പണിത് കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരാൾ മുന്നോട്ട് വരുന്നു. അപ്പൊ മുന്നോട്ട് വരുന്ന ഇയാൾ ആരാണ്? മശിഹയാണ്. വാഗ്ദത്ത മശിഹയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ ഡ്യൂപ്ലിക്കേറ്റിനെ കണ്ടപ്പോൾ മശിഹ ആണെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ട് മശിഹ ആണെന്ന് വിചാരിക്കുന്നു? കാരണം യഹൂദന് ദേവാലയം പണിത് കൊടുക്കാമെന്ന് പറയുന്നു. അപ്പോ ഈ ആളാണ് ദ പീസ് മേക്കർ ഓഫ് ദ വേൾഡ്, മശിഹ എന്ന് ആര് ചിന്തിക്കുന്നു? ഈ ഭൂമി ബാക്കി കിടക്കുന്ന സോ കോൾഡ് ക്രിസ്ത്യൻ വേൾഡ് ഉണ്ടല്ലോ, ദൈവമക്കളും ക്രിസ്ത്യൻ വേൾഡും രണ്ടാണെന്ന് ഓർക്കണം. ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞാടിന്റെ മണവാട്ടി, അവര് സ്വർഗത്തിൽ പോയി. അവിടെ മണവാനോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പ്രതിഫല വിഭജനമുണ്ട്, പിന്നെ ശുദ്ധീകരണമുണ്ട്, സഭയുടെ ജഡ്ജ്മെന്റ് ഉണ്ട്, കുഞ്ഞാടിന്റെ കല്യാണമുണ്ട്, ഒരുപാട് പരിപാടി അവർക്ക് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യമാണ് ഒന്നാമത്തെ കാര്യം. എതിർ ക്രിസ്തുവിനെ 3 വേൾഡ് പവേഴ്സ് ഒരുമിച്ച് അംഗീകരിച്ചു. ഏതൊക്കെയാണ് വേൾഡ് പവർ? നമ്പർ 1 ഇസ്ലാമിക് വേൾഡ്, ബിക്കോസ് ഹി കംസ് ഫ്രം ദെയർ. അപ്പൊ അവരുടെ ആളാണ്, ഞമ്മന്റെ ആളാണ്, സംശയമില്ല. 2, അവൻ യഹൂദന്റെ ആളായിട്ട് മാറി. എന്തുകൊണ്ട് യഹൂദന്റെ ആളായിട്ട് മാറി? യഹൂദൻ ദേവാലയം പണിത് കൊടുക്കാന്ന് പറഞ്ഞു. 3, ലോകത്തിലെ ഒരു നല്ല ഭാഗത്തെ, എസ്പെഷ്യലി നിങ്ങൾ ശ്രദ്ധിച്ചോണം, മെഡിറ്ററേനിയൻ കടലിന്റെ റീജിയനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. ലിസൺ ടു മീ കെയർഫുള്ളി. പപ്പനോഗിനിയുമായിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ പേരെന്താണ്, നമ്മുടെ ഓസ്ട്രേലിയയുമായിട്ടോ, ഒരു വലിയ കാനഡയുമായിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ വിൽസൺ കടവിൽ പാസ്റ്റർ ചർച്ചുമായിട്ടോ ഒന്നും ഇതിന് യാതൊരു ബന്ധവുമില്ല. ലോകം മുഴുവൻ ഒരു ഭരണത്തിന്റെ കീഴിൽ വരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിരട്ടുകയാണ്. നടക്കാൻ പോകുന്ന കാര്യമല്ല. അങ്ങനെയൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടുമില്ലെന്ന് ഓർത്തോണം. ഞാൻ റീസൺ പണ്ട് നിങ്ങളോട് പറഞ്ഞു. എതിർ ക്രിസ്തു ഭരിക്കുന്ന അററ്റ്സിനെയാണ്. അററ്റ്സിനെ ഭരിക്കുന്ന. അററ്റ്സ് എന്ന വേർഡിന് ഒരുപാട് അർത്ഥമുണ്ട്. അത് ഇവിടെ കൊടുത്തിരിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത് ഇസ്രയേലും അതിന് ചുറ്റുമുള്ള രാജ്യങ്ങളും ഒന്നാണ്. 4 അർത്ഥമുണ്ട് അററ്റ്സിന്. അതിലിവിടെ പറഞ്ഞിരിക്കുന്ന ഇസ്രയേൽ അതിന് ചുറ്റുമുള്ള രാജ്യം. ഹോൾ എർത്ത് എന്നൊരർത്ഥമുണ്ട് അതിന്. ആ അർത്ഥത്തിലല്ല അററ്റ്സ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മൾ ഇവിടെ വരെ വന്നത് എതിർ ക്രിസ്തുവിനെ എങ്ങനെ ഭരിക്കാൻ വരുന്നുള്ളതാണ്. 3 പവേഴ്സിനെ ഒരുമിച്ച് ചേർക്കും. ഒരുമിച്ച് ചേർത്തിട്ട് എന്താ അറിയാമോ? ഒരു 7 years പീസ് ട്രീറ്റി ഉണ്ടാക്കും. അടുത്ത 7 വർഷം കൊണ്ട് കംപ്ലീറ്റ് അടിച്ച് പൊളിച്ച് ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞ് പീസ് ട്രീറ്റി ഉണ്ടാക്കും. ഈ പീസ് ട്രീറ്റി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. നമ്മൾ 17-ാം അധ്യായത്തിന്റെ അവസാന വാക്യം വായിച്ച പോലെ ഈ 10 രാജ്യങ്ങൾ ശ്രദ്ധിച്ചോ, ഇസ്രയേലിനെതിരായി നിൽക്കുന്നതായ ഈ 10 രാജ്യങ്ങൾ തങ്ങളുടെ പവർ ഈ വന്ന എതിർ ക്രിസ്തു എന്ന് പറഞ്ഞ ആളിന് കൈമാറും. എന്നിട്ട് എതിർ ക്രിസ്തുവിനോട് ചേർന്ന് എന്താ ക്ലെയിം? എന്തുവാ? ലോകം മുഴുവൻ നമ്മളുടെ കീഴിലാക്കുക. ഇസ്ലാമിന്റെ ക്ലെയിം എന്തുവാ? ലോകം മുഴുവൻ ഒരു ഖിലാഫത്തിന്റെ കീഴിലാക്കുക. ഇതേ ക്ലെയിം ആര് പറയുന്നു? ആന്റൈ ക്രൈസ്റ്റും പറയുന്നു. ഒരു ഭരണത്തിന് കീഴിൽ കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ അത് നടക്കുമെന്ന വിശ്വാസത്തിൽ ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ 10
10 രാജ്യങ്ങൾ തങ്ങളുടെ പവർ ഇവന് കൈമാറുന്നു. സോ ഫാർ സോ ഗുഡ്. ഇനി നമ്മൾ ഇവന്റെ ന്യായവിധിയെ പറ്റി പറയാൻ പോവാം. അങ്ങനെ 3.5 വർഷം അവൻ ഭരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൽ യുദ്ധമുണ്ടാകുകയും സാത്താനെ വെട്ടി താഴെയിടുകയും സാത്താൻ ഇവനെ അഭിഷേകം ചെയ്ത് കഴിയുമ്പോൾ ഇവൻ നേരെ വന്നിട്ട് യഹൂദ ദേവാലയമൊക്കെ പണിത് കൊടുത്തു കഴിഞ്ഞു. യെരുശലേം ദേവാലയത്തിൽ അവൻ ആദ്യം ചെയ്യുന്നത് അവന്റെ പ്രതിമ വയ്ക്കും. രണ്ടാമത്തെ കാര്യം, യഹൂദനും ഇവർക്കും ഒരുപോലെ നിഷിദ്ധമായ പന്നിയെ കൊണ്ടുവന്ന് അറുത്ത് അവിടെ യാഗം കഴിക്കും. ഇവിടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുമ്പോൾ ശിഷ്യന്മാർക്ക് അതെങ്ങനെ മനസ്സിലായി? കാര്യം, അന്തിയോക്യസ് എപ്പിഫനസ് എന്ന് പറഞ്ഞ മനുഷ്യൻ കർത്താവിന് 170 വർഷം മുമ്പ് ഇസ്രയേൽ ഭരിക്കുകയും യെരുശലേം ദേവാലയം പിടിച്ചടക്കുകയും അവിടെ സിയോസിന്റെ പ്രതിമ വെക്കുകയും ആ പ്രതിമയ്ക്ക് മുമ്പിൽ പന്നിയെ അറുത്ത് യാഗം കഴിക്കുകയും പന്നിയുടെ ചോര തളിച്ച് യെരുശലേം ദേവാലയം മുഴുവൻ അശുദ്ധമാക്കുകയും ചെയ്തു. അപ്പൊ ശൂന്യമാക്കുന്ന മ്ലേച്ഛത. ഇനി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, ഇതേ കാര്യം ഇനി സംഭവിക്കും. എപ്പോ സംഭവിക്കും? മഹോദരകാലത്തിന്റെ പകുതിയായപ്പോ ഇതേ സംഭവം യെരുശലേം ദേവാലയത്തിൽ നടന്നു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? 3 കൂട്ടർ എതിർ ക്രിസ്തുവിനെതിരായി. ഒന്ന്, എതിർ ക്രിസ്തുവിനോടുകൂടെ എതിർക്രിസ്തു തങ്ങളുടെ മശിഹയാണെന്ന് വിചാരിച്ച യഹൂദൻ ഇപ്പൊ കണ്ണു തുറന്ന് ഇവനല്ല മശിഹയെന്ന്. രണ്ടാമത്തെ കാര്യം, ഇവൻ ഞങ്ങളുടെ മഹദിയാണ്, ഇവൻ നമ്മുടെ അള്ളാഹു പറഞ്ഞയച്ച ആളാണ് എന്ന് പറഞ്ഞ് ഇവന്റെ കൂടെ കൂടിയവർക്ക് മനസ്സിലായി ഇവനല്ല ശരിക്കും നമ്മുടെ ആളെന്ന്. അപ്പൊ ഈ 10 പേരെന്ത് ചെയ്തു? അവനെതിരായിട്ട് തിരിഞ്ഞിട്ട് അവനെ നശിപ്പിക്കണം, യഹൂദനെ നശിപ്പിക്കണം. അതിന് യൂഫ്രട്ടീസ് നദി കടന്ന് കിഴക്ക് കടന്ന് പടിഞ്ഞാറോട്ട് വരുന്ന സമയം. അവരുടെ റീസൺ അതാണ്. ഇനി എതിർ ക്രിസ്തു എന്ത് അറിയാമോ? ഫൈനാൻഷ്യൽ സാമ്രാജ്യം മുഴുവൻ തൻ്റെ കയ്യിലായതുകൊണ്ട് ഇസ്രയേലിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇസ്രയേലിന് ഇന്ന് എതിർ ക്രിസ്തു വന്നിരിക്കട്ടെ, ഇന്ന് കർത്താവ് വന്നു നമ്മളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എതിർ ക്രിസ്തു വന്നു. എതിർ ക്രിസ്തു വന്നു കഴിയുമ്പം അവർ തങ്ങളുടെ മശിഹ ആണെന്ന വിചാരത്തിൽ അവരെന്തെന്നറിയാമോ? അവർ ഭരണം ഇവനെ ഏൽപ്പിക്കും. അവനെ ഏൽപ്പിച്ചു കഴിയുമ്പോൾ അവനല്ലേ പ്രൈം മിനിസ്റ്ററും പ്രധാനമന്ത്രിയും പ്രസിഡന്റും മശിഹായും ദൈവവും രാജാവും എല്ലാം. അപ്പൊ എന്തെന്നറിയാമോ? ഇന്ന് യഹൂദനുള്ള റിസോഴ്സസ്, ഫൈനാൻഷ്യൽ റിസോഴ്സസ്, മിലിറ്ററി റിസോഴ്സസ്, സയന്റിഫിക് റിസോഴ്സസ്, സോഷ്യൽ റിസോഴ്സസ്, ബാക്കി റിസോഴ്സസ് മുഴുവൻ അവൻ പിടിച്ചെടുത്തു. അവൻ്റെ ലായി. ഇവൻ ആള് വെളിപ്പെട്ട് കഴിഞ്ഞു 3.5 വർഷം കഴിഞ്ഞപ്പം. പക്ഷെ അവനെതിരായിട്ട് ഒന്നും ചെയ്യാനൊക്കത്തില്ല. എന്താ ചെയ്യാൻ പറ്റാത്തത്? അവരുടെ പവർ മുഴുവൻ അവരുടേതായി. അവൻ്റെ ഇനി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കരയാനേ പറ്റത്തുള്ളൂ. അതാണ്, അതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സക്കറിയ 14 പറഞ്ഞിരിക്കുന്നത്, ഞാൻ യെരുശലേം നിവാസികളുടെ മേല് ദാവീദ് ഗൃഹത്തിന്റെ മേല് യാചനയുടെയും കരച്ചിലിന്റെയും മാനസാന്തരത്തിന്റെ ആത്മാവിനെ അയക്കും. അവരോടൊന്ന് കരയാൻ തുടങ്ങും. കരയുന്നതിന് ഒരു രക്ഷയില്ലാതെ കരച്ചില്ല 3.5 വർഷം. കാര്യം ആയുധം എടുക്കാൻ ആയുധമില്ല. കരയാൻ തുടങ്ങും. ഈ കരച്ചിലിന്റെ മധ്യത്തിലാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മേഘാരൂഢനായി വന്നിട്ട് എന്ത് ചെയ്യുന്നത്? ആദ്യം അവിടെയാണ് ഹർമഗദോൻ യുദ്ധം എന്ന് പറയുന്നത്. ഈ ഹർമഗദോൻ യുദ്ധത്തിൽ ഇവരെ നശിപ്പിച്ച് കളഞ്ഞിട്ട് ഈ രാജ്യങ്ങളെ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നശിപ്പിക്കാൻ പോകുന്ന, ആദ്യം നശിപ്പിക്കാൻ പോകുന്ന ഏദോമിനെയാണ്. അതിനെപ്പറ്റിയാണ് യെശയ്യാ പ്രവചനന്റെ പുസ്തകത്തിൽ ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബോസ്രയിൽ വരുന്ന ഇവനാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ തിരുവത്താഴത്തിന് നമ്മൾ ഏറുപാടും ഈ ഏതോമിൽ നിന്ന് വസ്ത്രാംബരം ധരിച്ച് രക്താംബരം ധരിച്ച് ബോസ്രയിൽ നിന്ന് വരുന്നു ഒരു ഇവൻ. അത് ക്രൂശിക്കപ്പെട്ട കർത്താവല്ല കേട്ടോ, ക്രൂശി നമുക്കുന്ന കർത്താവല്ല. മറിച്ച് ഏത് കർത്താവ്? ഞാൻ എന്റെ ക്രോധത്തിൽ ജാതികളെ ചവിട്ടിക്കളഞ്ഞു അല്ലേ, ഞാനൊരു മുന്തിരക്കിച്ചക്കം മെതിക്കുന്ന പോലെ മെതിച്ചു കളഞ്ഞു പറയുന്നത് കർത്താവിന്റെ രണ്ടാമൊരു കർത്താവ് ക്രോധത്തോടെ അവരെ സംഹരിക്കുന്ന കാര്യമാണ്. ഓക്കെ, അത് കഴിഞ്ഞു വന്നിട്ട്
നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു വീരനെ പോലെ യുദ്ധം ചെയ്ത് ഈ എതിർ ക്രിസ്തുവിനെയും അവന്റെ കൂടെയുള്ള രാജ്യങ്ങളെ മുഴുവൻ തീ കൊണ്ട് നശിപ്പിച്ചിട്ട് അന്ന് സൗദി അറേബ്യയില് ഇപ്പൊ ഒരു സ്ഥലമുള്ള വർഷിപ്പ് സെന്റർ ഉണ്ടല്ലോ, അവിടെ പിടിക്കുന്ന തീ 4 വർഷം ഒരുപോലെ നിന്ന് കത്തും. അതാണ് ഇതിനു വേണ്ടി. ഇനി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അതിനുശേഷം കർത്താവ് തന്റെ വരവിന് ശേഷം ചെയ്യുന്ന ഒന്നാമത്തെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ മഹാവേശി എന്ന് പറഞ്ഞ് രണ്ടാമത് ഉയർത്തെഴുന്നേറ്റ് വരുന്ന. മനസ്സിലായോ? ഒരു കാലത്ത് മഹദിയാം ബാബിലോൺ, ഗ്രേറ്റ് ബാബിലോൺ ഉണ്ടായിരുന്നു, അത് നശിച്ചുപോയി. അവിടുന്ന് തന്നെ വീണ്ടും പുനർപണിയപ്പെട്ട് അതേ ആത്മാവ്, വിശുദ്ധന്മാർക്കും കർത്താവിനെതിരായിട്ട് ഉയർന്ന അതേ ആത്മാവ് ഇവരെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുമ്പം അവരെ മുഴുവൻ സംഹരിച്ചു കളഞ്ഞിട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിൽ തൻ്റെ 1000 ആണ്ട് വാഴ്ച നടത്തും. ഇതാണ് മഹദിയാം ബാബിലോണും അതിൻ്റെ ശിക്ഷയും എന്ന് പറയുന്നത്. അതിലെ മിസ്റ്ററി എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം കേട്ടല്ലോ, ഞാൻ സംസാരിക്കുമ്പോൾ 5 മലകളുണ്ട്, അല്ല പിന്നെ 5 വീണുപോയി, 6-ാമത്തേതുണ്ട്, ഇനിയും 7-ാമത്തെ വന്നിട്ടില്ല. അവൻ വരുമ്പോൾ മുമ്പുള്ളവൻ ആരുന്നത് കൊണ്ട് അവനെ 8-ാമതായിട്ട് കണക്കാക്കണം എന്ന് പറഞ്ഞത്. 5 വീണുപോയ സാമ്രാജ്യങ്ങൾ ഞാൻ പറഞ്ഞു, 6 ഇപ്പം ഒരുത്തൻ ഉണ്ടെന്ന് പറഞ്ഞു. അത് റോമൻ സാമ്രാജ്യമാണ്. ഇനിയും ഏൻഷ്യന്റ് ഡിമോണിക് പവേഴ്സ്, ആ 7 പേരെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് വീണ്ടും എഴുന്നേറ്റ് വരും. അതാണ് 7 തലയുടെ മർമ്മം, 10 കൊമ്പിന്റെ മർമ്മം. ഈ 10 രാജ്യങ്ങൾ അവർ എതിർ ക്രിസ്തുവിന് തങ്ങളുടെ ഭരണം ഏൽപ്പിച്ചു കൊടുക്കുകയും തിരിച്ചു വന്ന് എതിർ ക്രിസ്തുവിനെതിരായിട്ട് യുദ്ധം ചെയ്യുന്നവര്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഐ ഗോട്ട് ടു സേ അബൌട്ട് മഹദിയാം ബാബിലോൺ. ഹലോ ഫസ്റ്റ്, അപ്പം എതിർ ക്രിസ്തു ഇസ്രയേലും അതിന്റെ ചുറ്റുമുള്ള രാജ്യങ്ങളെ ഭരിക്കുമ്പോൾ ഈ അതിന് വെളിയിലുള്ള രാജ്യങ്ങൾക്ക് അവരുടെ സ്ഥിതി എങ്ങനെയായിരിക്കും? അവർക്കും ഇങ്ങനെ വലിയ ഫാന്റാസ്റ്റിക് ക്വസ്റ്റ്യൻ. എന്റെ കാശുണ്ടായത് പാസ്റ്റർക്ക് ഒരു പാക്കറ്റ് ചോക്ലേറ്റ് ഞാൻ ആദ്യം അയച്ചതിന് ഇതിന് മറുപടി പറയുന്നതിന് മുമ്പ് പൈസ ഇല്ലാതായിപ്പോയി, ഭയങ്കര കഷ്ടമായിപ്പോയി. ഓക്കെ, അതാണ് ഏറ്റവും നല്ല ചോദ്യം. കേട്ടോണേ, ഇപ്പം ഈ ഭൂമിയുടെ നമ്മുടെ ഈ സന്തുലിതാവസ്ഥയുണ്ടല്ലോ, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരും പരിശുദ്ധാത്മാവുമാണ്. ഓരോ പ്രദേശത്തെയും ചുമതല ഓരോ ദൂതന്മാർക്കും, പിന്നെ കാര്യങ്ങൾ ഭംഗിയായി നടത്തുന്ന ദൈവജനത്തെ സംരക്ഷിക്കുന്ന പരിശുദ്ധാത്മ ഈ ഭൂമിയിലുണ്ട്. ഇവർ 2 പേരും മാറ്റപ്പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഒരൊറ്റ ദൈവദൂതനും പിന്നെ ചാർജില്ല. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധാത്മ ഭൂമിയിലില്ല. അങ്ങനെ വന്നു കഴിയുമ്പം ഒന്നാമത്തെ കാര്യം, നമ്മുടെ പ്രകൃതിയുടെ ഒരു ക്രമമുണ്ടല്ലോ, പ്രകൃതിയുടെ അത് രാവിലെ സൂര്യൻ ഉദിക്കുന്നു, വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്നു. ആ ക്രമം ആദ്യം അങ്ങ് മാറും. ഒന്നാമത്തെ കാര്യം, സൂര്യൻ ഉദിക്കത്തില്ല പല ദിവസങ്ങളിലും. ഉദിച്ചാൽ ഈ കുന്തം അസ്തമിക്കത്തില്ല. 1. 2, ഇപ്പൊ രാത്രി എന്താ പകലെന്താ തിരിച്ചറിയാൻ പറ്റത്തില്ല. 2, ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതുകൊണ്ട് ഭൂമിയിലെ മനുഷ്യന് നിരാശയോടുകൂടെ പരിഭ്രമം ഉണ്ടാകും. എന്തോ അന്ന് ഒരു പിടിയും കിട്ടത്തില്ല. നട്ടുച്ചയായപ്പോൾ സൂര്യൻ അങ്ങ് അസ്തമിച്ചു, അല്ലെ പാതിരാത്രി കണ്ട ഈ കുന്തം അങ്ങ് ഉദിച്ചു. അപ്പൊ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റം, കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം. ഇനിയും ദുഷ്ടൻ അഴിഞ്ഞാടാൻ അനുവാദം കൊടുത്തു. അപ്പൊ നമുക്ക് ഈ പ്രിക്ക് ഓഫ് കോൺഷ്യൻസ് ഉണ്ടല്ലോ, മനസാക്ഷി കുത്ത്. ഇപ്പൊ വഴിയെ പോകുന്ന ഒരാളെ നമ്മൾ കയറി ഉപദ്രവിക്കാത്ത ഒരുപാട് പേർക്ക് ഒരു മനസാക്ഷി കുത്തുണ്ടല്ലോ. അപ്പൊ അന്ന് മനസാക്ഷി കുത്തില്ല, ക്രൈം അങ്ങ് വർദ്ധിച്ചു വരിക. 2, നാച്ചുറൽ കലാമിറ്റീസ് എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ്, പേമാരി, ഭൂകമ്പം, മലയിടിഞ്ഞു വീഴുക, കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുക, അതിഭയങ്കരമായ കലാമിറ്റീസ്. അപ്പോൾ ഭൂമിയിൽ സംഭവിക്കുന്ന, ആദ്യം ഞാൻ പറഞ്ഞു ഈ പ്രകൃതിയുടെ രൂപം മാറി. 2, ഭയങ്കര നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടായി. 3, പകർച്ചവ്യാധികൾ, ഭയങ്കരമായ പകർച്ചവ്യാധികൾ, അതിഭയങ്കരമായ കുടിവെള്ള ക്ഷാമം, ഭൂമിയിൽ ഭക്ഷ്യക്ഷാമം, ഭയങ്കര അത് പ്രവചിച്ചിട്ടുണ്ട്. ഭയങ്കര ഭക്ഷ്യക്ഷാമം, ഭക്ഷണമില്ല. ഇനി ഒരു സ്ഥലത്ത് ഭക്ഷണം ഉണ്ടെങ്കിൽ തന്നെ വേറൊരിടത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല, മാറ്റാൻ കഴിയുന്നില്ല. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മുഴുവൻ തകരാറില്ല. അങ്ങനെ ഈ ഭൂമി മുഴുവൻ ഇടിഞ്ഞ് തകർന്ന് മാരക രോഗങ്ങളും പകർച്ചവ്യാധികളും മരുന്നില്ലാത്ത രോഗങ്ങളുമായിട്ട് മനുഷ്യൻ തകർന്ന് നശിക്കുക.
എന്തുകൊണ്ട്? പൂജാദികളെ ദൈവത്തെ വിട്ടകന്നതുകൊണ്ട് ശിക്ഷിക്കുന്നതിന് ദൈവം സാത്താന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. ഇഷ്ടം പോലെ ശിക്ഷിക്കാൻ സാത്താന്റെ കയ്യിൽ ഏൽപ്പിക്കുക. അറ്റ് ദ സെയിം ടൈം ഭൂമിയുടെ മുഴുവൻ ഭരണം സാത്താന് കൊടുത്താൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഈ ഭൂമിയെ കത്തിച്ചു കളയും. ഒറ്റ സെക്കൻഡ് കൊണ്ട് കത്തിച്ചു കളയും. കാരണം ദൈവത്തിന് ഇവിടെ ആര് ബാക്കിയുണ്ട്? യഹൂദൻ ബാക്കിയുണ്ട്. യഹൂദൻ ബാക്കിയുള്ളിടത്തോളം കാലം ഈ ഭൂമിയുടെ മുഴുവൻ ഭരണം സാത്താൻ ഏൽപ്പിക്കാൻ പറ്റത്തില്ല. സാത്താൻ ഏൽപ്പിച്ച ഒറ്റ സെക്കൻഡ് മുഴുവൻ കത്തിച്ചു കളയും, തീർന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭൂമി മുഴുവൻ എതിർക്രിസ്തു ഭരിക്കത്തില്ലെന്ന്. ഓക്കെ, ഇപ്പം ഏതാണ്ട് ഐഡിയ കിട്ടിയോ? കിട്ടി. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. സർ, എന്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഈ ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ഹിറ്റ്ലർ, അയാള് ഈ ഇതിലേത് സ്ഥാനത്ത് ഫിറ്റ് ആകുമെന്നുള്ള? അതായത് ഈ ദൈവജനത്തെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി ഓരോ കാലഘട്ടങ്ങളിൽ സാത്താൻ ഓരോ പേരിൽ പ്രത്യക്ഷമായിട്ടുണ്ട്. ചില സമയത്ത് ദൈവജനം ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാത്തത് കൊണ്ട്, ദൈവത്തെ തള്ളിക്കളയുന്നതുകൊണ്ട് ദൈവം ഒരു പൈശാചിക ശക്തിയെ അവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടി എഴുന്നേൽപ്പിക്കും. ഈ കാര്യം നമ്മുടെ ക്ലാസ്സിൽ മുമ്പ് ധാരാളം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കാരണം ജർമ്മനി വിട്ട് ഇസ്രായേൽ ദേശത്തേക്ക് അവർ വരേണ്ട സമയമായി. ഇനഫ് ഈസ് ഇനഫ് ഇൻ ജർമ്മനി. നിങ്ങൾ തിരിച്ചു പോയി ഇസ്രായേൽ ദേശം കീഴടക്കണം. കാരണം ഒട്ടോമൻ സാമ്രാജ്യം തീരാൻ പോവാണ്. ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടോമൻ സാമ്രാജ്യം തീരുമ്പോഴേക്ക് ഇസ്രയേല് അവരുടെ ജനസംഖ്യ ഈ ദേശത്ത് നിറഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് രാജ്യം എടുക്കാനൊക്കത്തുള്ളൂ. അവനെന്നറിയുമോ? വ്ളാഡിമിർ ഷിബോൻസ്കി എന്ന് പറയുന്ന ഒരു പ്രവാചകനെ റഷ്യയിൽ നിന്ന് ദൈവം ജർമ്മനിലേക്ക് അയക്കുക. അയാൾ ജർമ്മനി മുഴുവൻ പ്രസംഗിച്ച് നടന്നു. ഏതാ? സമയമായി, ഇനി നിങ്ങളിവിടെ നിൽക്കരുത്, നിങ്ങൾ തിരിച്ചു പോക്കണം നിങ്ങളുടെ രാജ്യത്ത്. പക്ഷെ ഇവർ ജർമ്മനി ഭയങ്കര റിച്ചായിരുന്നു, യഹൂദന്മാര്. ജർമ്മനിയുടെ ഫൈനാൻസ് മുഴുവനും, കൊമേഴ്സ് മുഴുവനും, ഇൻഡസ്ട്രി മുഴുവനും, ആ ഫൈനാൻഷ്യൽ വേൾഡ് മുഴുവൻ ഇവരാ ഭരിക്കുന്നത്. അപ്പൊ ഇവർ ജർമ്മനി വിട്ടുപോകാൻ തയ്യാറായില്ല. അപ്പൊ ഇവർ ജർമ്മനി വിട്ടു പോകണമെന്നുണ്ടെങ്കിൽ നല്ല അടി കൊടുക്കണം ഇവർക്ക്. അതിനുവേണ്ടി എന്തറിയാമോ? ദൈവം ദുഷ്ടനെ അനുവദിച്ചപ്പോൾ ആ ദുഷ്ടൻ ഇവരെ അടിക്കുന്നതിന് വേണ്ടി അഭിഷേകം ചെയ്ത ആളാണ് അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്നത്. കാരണം ഇവര് വ്ളാഡിമിർ ഷിബോൻസ്കിയെ ഇവർ കൊന്നുകളഞ്ഞു. അവരുടെ പിതാക്കന്മാരെ പോലെ അവരുടെ ഇടയിൽ അടിച്ച പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു. നേരെ മറിച്ച് വ്ളാഡിമിർ ഷിബോൻസ്കി പറഞ്ഞതനുസരിച്ച് അവര് ഇസ്രായേൽ ദേശത്തേക്ക് ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾ ജർമ്മനി വിടുകയാണ് എന്ന് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഒരു ഹിറ്റ്ലറും ഹോളോകോസ്റ്റും ഉണ്ടാകത്തില്ലായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. കർത്താവ് അനുഗ്രഹിക്കട്ടെ.